സൂറത്തുൽ അൻഫാൽ 19 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ് وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون إن شر الدواب عند الله الصم البكم الذين لا يعقلون ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب واذكروا إذ أنتم قليل مستضعفون في الأرض يخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون صدق الله. إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين إن تستفتحوا നിങ്ങൾ വിജയം തേടിയാൽ ഫഖദ് ജാഅകുമുൽ ഫത്ഹ് ഇതാ നിങ്ങൾക്ക് വിജയം വന്നിരിക്കുന്നു വഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും നിങ്ങൾ ഇത് അവസാനിപ്പിക്കുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് വഇൻ തഊദു നഊദ്
നിങ്ങൾ മടങ്ങിയാൽ ഞാനും നമ്മളും മടങ്ങും. വലൻ തുഗ്നി അൻകും ഫിഅത്തുക്കും, നിങ്ങളുടെ ഈ സൈനികമായ വലിപ്പം, ബലം, അത് പ്രയോജനം ചെയ്യുന്നില്ല. ഷൈഅൻ, ഒരു തരത്തിലുമുള്ള പ്രയോജനവും ചെയ്യുന്നില്ല. വലൗ കസുറത്ത്, അതെത്രമേൽ അധികരിച്ചാലും. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോടൊപ്പമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ ആയത്തിന് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. ഒന്ന്, ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് സത്യനിഷേധികളോടുള്ള സംബോധനയാണ്. അതായത് സത്യനിഷേധികളായ മക്കയിലെ മുശ്രിക്കീങ്ങൾ ബദറിലേക്ക് വരുന്ന സമയത്ത് അവർ ഇങ്ങനെ ദ്വാരുന്നിരുന്നു: അള്ളാഹുവെ, ഈ സത്യത്തിന്റെ വഴി നീ വിജയിപ്പിച്ചു തരണം. കഅബയുടെ ടില്ലയിൽ പിടിച്ചു നിന്നിട്ടാണ് അബൂജഹൽ ഇങ്ങനെ ദുആ ചെയ്തത്: അള്ളാഹുവെ, രണ്ടാലൊരു നന്മയുടെ മാർഗത്തിൽപ്പെട്ട രണ്ടാലൊരു സൈന്യത്തെ നീ വിജയിപ്പിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിലെ രണ്ട് കബീലകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ആ രണ്ട് ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തെ നീ വിജയിപ്പിക്കണം. അതിൽ ഏതാണ് ശരി എന്ന രൂപത്തിൽ ആ സത്യത്തെ നീ വിജയിപ്പിക്കണം എന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചത്. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ വിജയം ചോദിച്ചു, പടച്ചവൻ എന്ത് ചെയ്തു? വിജയം തന്നു. അതായത് വിജയം ചോദിച്ചത് അബൂജഹലാണ്. അള്ളാഹു അതിനും ഇജാബത്ത് കൊടുത്തു, അള്ളാഹു അതിനും ഉത്തരം കൊടുത്തു. എന്തായിരുന്നു ഉത്തരം? സത്യത്തിന്റെ മാർഗത്തെ അള്ളാഹു വിജയിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെയല്ല, വിജയം അള്ളാഹുവിനോട് ചോദിച്ചത് അവരിങ്ങനെയാണ്: അള്ളാഹുവെ, ഇത് ഈ രണ്ട് മാർഗങ്ങളിൽ നിന്ന് ഹിദായത്തിന്റെ മാർഗത്തെ, അല്ലാഹുമ്മ ഇൻ കാന ഹാദൽ അബ്ർ ഹുവൽ ഹഖ് മിൻ ഇൻദിക, ഇതാണ് സത്യമെങ്കിൽ നിങ്ങൾ പിന്നെ ആകാശത്ത് നിന്ന് നീ ആകാശത്ത് നിന്ന് ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമായി ഔ ആതിനാ ബി അദാബിൻ അലീം, ഈ ഇവരുടെ വിഭാഗം, മുഹമ്മദ് നബിയുടെ വിഭാഗം സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ മേൽ നീ ആകാശത്ത് നിന്ന് കല്ലുകൾ എറിഞ്ഞിട്ടിട്ടും അല്ലെങ്കിൽ കടുത്ത ശിക്ഷകൾ നൽകിയും ഞങ്ങളെ നീ നശിപ്പിച്ചോ. നല്ല ധൈര്യത്തിലാണ് അയാളുടെ ദുആ. രണ്ടാൽ ഏതെങ്കിലും ഒരു സത്യത്തിന്റെ മാർഗത്തെ നീ വിജയിപ്പിക്കുകയും ചെയ്യണം എന്നായിരുന്നു അബൂജഹലിന്റെ പ്രാർത്ഥന. അള്ളാഹു അതുകൊണ്ടാണ് അതിനെ നന്നായി കളിയാക്കി തന്നെ പറയുന്നത്: നിങ്ങൾ വിജയം ചോദിച്ചു, ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, അള്ളാഹു ഇതാ നിങ്ങൾക്ക് എന്തായിരിക്കുന്നു? വിജയം തന്നിരിക്കുന്നു. നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തെ വിജയിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്? അതിനുള്ള വിജയം അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവന്നു. വഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ ഇനിയും ഇതൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ, സത്യത്തിന്റെ ബാന്ധാവിലേക്ക് നിങ്ങൾ വരികയും തിന്മയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്താൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. വഇൻ തഊദു നഊദ്, നിങ്ങൾ അങ്ങോട്ട് തന്നെയാണ് മടങ്ങുന്നതെങ്കിൽ നഊദു, നമ്മൾ അങ്ങോട്ട് തന്നെ മടങ്ങും എന്ന് പറഞ്ഞാൽ, തിന്മയിലേക്ക് നിങ്ങൾ മടങ്ങിയാൽ നിങ്ങൾക്ക് മേൽ ശിക്ഷ കൊണ്ടുവരികയും നിങ്ങളെ വീണ്ടും നിന്ദ്യമാക്കുകയും നിങ്ങളെ വീണ്ടും ഇത്തരത്തിലുള്ള കടുത്ത വലിയ യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ട പണി നമ്മൾ ഏറ്റെടുക്കും. നഊദ്. വലൻ തുഗ്നി അൻകും ഫിഅത്തുക്കും ഷൈഅൻ, നിങ്ങൾ വലിയ സുസജ്ജരാം വിധം എല്ലാ തരത്തിലുമുള്ള സൈനികമായ സന്നാഹങ്ങളോടുകൂടെ എല്ലാ ഭക്ഷണ കാര്യങ്ങളിലും കൂടുതൽ വലിപ്പമുള്ളവരായ അർത്ഥത്തിൽ നിങ്ങൾ വന്നിരുന്നു. വലൻ തുഗ്നി അൻകും ഷൈഅൻ, ഒന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്തില്ല. വലം തുഗ്നി അൻകും ഫിഅത്തുൻ, ഈ പറയപ്പെടുന്ന അർത്ഥത്തിലുള്ള നിങ്ങളുടെ ഈ ആധിക്യം, നിങ്ങളുടെ ഫിഅത്ത്, നിങ്ങളുടെ ഈ ഗ്രൂപ്പ്, അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തില്ല. വലൗ കസുറത്ത്, അതെത്രയോ അധികരിച്ചിരുന്നാലും അതെത്രമേൽ കൂടിയിരുന്നാലും അതൊന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്തില്ല. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് കൂടെയാണ് അല്ലാഹു ഉള്ളത്. ഇത് അങ്ങനെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഇത് സത്യനിഷേധികളായ മക്ക മുശ്രിക്കീങ്ങളോടുള്ള സംബോധനയാകുന്നു എന്ന അർത്ഥത്തിൽ. ഇനി മറിച്ചു ഇങ്ങനെയും പറയാവുന്നതാണ്. മറിച്ച് പറയുന്നത് സത്യവിശ്വാസികളോട് തന്നെയാണ്. അള്ളാഹു സത്യവിശ്വാസികളെയാണല്ലോ സംബോധന ചെയ്യാറ്. മുഫസ്സിരിങ്ങൾ ഈ രണ്ടു ഭാഗവും പറയുന്നു എന്നുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, നിങ്ങൾ വിജയം ചോദിച്ചല്ലോ. നേരത്തെ ഇസ്തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും, അള്ളാഹു തന്നെ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തന്നു. ആരോടാണത്? അത് മുഅ്മിനീങ്ങളോടുള്ള സംബോധനയാണ്. ഇവിടെയും അള്ളാഹു സംബോധന ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, നിങ്ങൾ വിജയം ചോദിച്ചപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വിജയം തന്നു. ഇവിടെ വിജയം ചോദിച്ചുകൊണ്ടേ ഒരാളിരുന്നു. ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു: അള്ളാഹുവേ, ഈ അസാബത്ത്, ഈ സൈനിക സംഘം, ഈ സംഘത്തെ നീ ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരൊറ്റ കുട്ടിയും ഇല്ലാതെ പോകുന്നൊരവസ്ഥ സംജാതമാകും. അള്ളാഹുവേ, അതുകൊണ്ട് നിന്റെ സഹായം ഞാൻ ചോദിക്കുന്നു, നിന്റെ കരാറ് ഞാൻ ചോദിക്കുന്നു.
നീ സത്യവിശ്വാസികളെ സഹായിക്കാമെന്ന കരാർ ഏറ്റെടുത്തവനാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇൻ തശ, നീ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ലം തുഅബദ് ബഅദൽ യൗം, ഇന്നേ ദിവസത്തിനു ശേഷം പിന്നെ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരൊറ്റ കുട്ടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് റബ്ബെ നീ സഹായിക്കണം എന്നായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയാണ് ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. ഇനി നിങ്ങൾ ഇത് ഇവിടെ വേറൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലും സൂചിപ്പിച്ച പോലെ അള്ളാഹുവിടെ എല്ലാം നിങ്ങൾ എന്നാണ് പ്രയോഗിക്കുന്നത്, അല്ലെ? അവിടെ ഒരേ ഒരാളെ ദുആ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുകയാണ്? ആമീൻ പറയുകയാണ്. പക്ഷേ അവിടെ മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ് അള്ളാഹു നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ, നിങ്ങൾ ചോദിച്ചപ്പോ, നിങ്ങൾ വിജയം ചോദിച്ചപ്പോ, നിങ്ങൾ സഹായം ചോദിച്ചപ്പോ എന്നൊക്കെ പറയുന്നത്. അതിനർത്ഥം ഒരാൾ ദുആ ചെയ്യുകയും മറ്റുള്ളവരെല്ലാം ആമീൻ പറയുകയും ചെയ്താൽ ആ കൂട്ട ദുആ തന്നെയാകുന്നു എന്നാണ് അതിനർത്ഥം. പറഞ്ഞ മനസ്സിലായില്ലേ? ആ കൂട്ട ദുആ തന്നെയാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു ഇവിടെ ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, നിങ്ങൾ വിജയം തേടിയപ്പോ അള്ളാഹു നിങ്ങൾക്ക് വിജയം തന്നു. വ ഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ഈ സൂറത്തുൽ അൻഫാൽ തുടങ്ങുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അതായത് യുദ്ധമതിലുകൾ ഓഹരി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ അതു സംബന്ധിയായിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ, ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അപ്പോ അങ്ങനൊരു പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഈ ഗനീമത്തുകളുടെയും സമ്പത്തിന്റെയും ഭൗതികമായ സൗകര്യങ്ങളുടെയും പിന്നാലെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ല. ഇൻ തൻതഹു, നിങ്ങൾ അത് അവസാനിപ്പിച്ചാൽ ഫഹുവ ഖൈറുൽ ലക്കും. അതല്ല വഇൻ തഊദു, നിങ്ങൾ അങ്ങോട്ട് മടങ്ങാനാണ് തീരുമാനമെങ്കിൽ നഊദ്, ഞാനും വരാന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ എന്റെ പണിയിട്ട് ഞാൻ വരാം. നിങ്ങൾ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിന്റെ ഈ വലിപ്പങ്ങൾക്കപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള വലിയ വലിപ്പത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനപ്പുറം നിങ്ങൾ ഈ ഭൗതിക സൗകര്യങ്ങളുടെ പിന്നാലെ പോകാനാണോ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ എന്റെ പണിയും നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കണം. ആണ് ഒരു ഭീഷണിയാണ് അല്ലാഹു ഇത്. ഇൻ തഊദു നഊദ് വലൻ തുഗ്നി അൻകും ഫിഅതുകും ശൈഅൻ വലൗ കസുറത്. വലൻ തുഗ്നി അൻകും ഫിഅതുകും, നിങ്ങളുടെ ഈ വലിയ ഗ്രൂപ്പ് നിങ്ങൾക്കൊരു പ്രയോജനവും ചെയ്തില്ല. വലൗ കസുറത്ത്, ഇനി എത്ര അധികരിച്ചാലും, നിങ്ങൾ എത്ര അധികരിച്ചാലും. അതാണ് ഈ ആയത്തിന്റെ തൊട്ടു മുമ്പ് അള്ളാഹു എന്ത് പറഞ്ഞു? നിങ്ങൾ കൊന്നിട്ടില്ല, നിങ്ങൾ കൊല്ലുമ്പോഴും. നിങ്ങൾ എറിഞ്ഞിട്ടില്ല, നിങ്ങൾ എറിയുമ്പോഴും. അല്ലേ? വലം തഖ്തുലൂഹും, നിങ്ങൾ കൊന്നില്ല. വലാകിന്നല്ലാഹ ഖതലഹും, അല്ലാഹുവാണ് അവരെ കൊന്നത്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, അങ്ങ് എറിഞ്ഞില്ല നബിയെ, അങ്ങ് എറിഞ്ഞ സന്ദർഭത്തിൽ, മറിച്ച് അള്ളാഹുവാണ് എറിഞ്ഞത്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, റസൂലെ ഒരു ഖബ്ലത്ത്, ഒരു പിടി മണ്ണെടുക്കുക, എന്നിട്ട് ആ മണ്ണ് സത്യനിഷേധികളുടെ നേരെ അങ്ങ് എറിയുക. ആ മണ്ണെറിഞ്ഞപ്പോ ഒരൊറ്റ സത്യനിഷേധിയുടെയും മുഖത്ത് ഒരാളുടെ പോലും ബാക്കിയാവാത്ത വിധം എല്ലാവരുടെയും കണ്ണുകളിൽ അത് പതിഞ്ഞു എന്നാണ്. ബദറിൽ വെച്ച് അങ്ങനെ സംഭവിച്ചു. അതാണ് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, അങ്ങ് എറിഞ്ഞില്ല നബിയെ, അങ്ങ് എറിഞ്ഞപ്പോ അള്ളാഹുവാണ് എറിഞ്ഞത്. അള്ളാഹുവാണ് എറിഞ്ഞതെന്നർത്ഥം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേകമായ താല്പര്യപ്രകാരമാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് എറിഞ്ഞത്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിനോട് അടുക്കും തോറും അടിമ ചെയ്യുന്ന എല്ലാ പരിപാടിയും ആര് ചെയ്തു കൊടുക്കും? അള്ളാഹു ചെയ്തു കൊടുക്കും. ഞാൻ ആരാകും? അവന്റെ കണ്ണും കാതും കാലുമായി മാറും. അള്ളാഹു നമ്മളെ അടുപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലേ, ഒരു ഫർള് നിസ്കരിക്കുമ്പോ ചെറിയ അടുപ്പടുക്കുള്ളൂ, സുന്നത്ത് നിസ്കരിക്കുമ്പോഴോ കൂടുതൽ അടുക്കും. കൂടുതൽ അടുക്കും തോറും അള്ളാഹു എന്താകും? ഹത്താ അകൂന സംഅഹു വബസറഹു, അവന്റെ കണ്ണും അവന്റെ കാതും ഞാനാകും, അവന്റെ കാലും ഞാനാകും എന്ന് പറഞ്ഞാൽ അവന് പ്രത്യേകമായ വലിപ്പങ്ങൾ അള്ളാഹു കൊടുക്കും. ഇവിടെ അവൻ എറിയുമ്പോ ഞാൻ എറിഞ്ഞ പോലെയാകും, അവൻ വിചാരിക്കുമ്പോ ഞാൻ വിചാരിച്ച പോലെയാകും, അവൻ നടക്കുമ്പോ ഞാൻ നടക്കുന്ന പോലെയാകും. എന്റെ ആ അടിമയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേക താല്പര്യത്തിലാണ്, അവൻ എന്റെ ഖവാസുകളിലാണ്, അതായത് എന്റെ പ്രത്യേകം അടിമകളിൽപ്പെട്ടവരിൽ അവൻ പെടും. ഇബാദുർ റഹ്മാനുല്ലദീന യംസൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിൽ അവൻ നടക്കുമ്പോ അവൻ വളരെ മിതസ്വഭാവത്തിൽ നടക്കും. അവൻ ഭൂമിയിലൂടെ വളരെ പതുക്കെ
കാലുകൾ പതിയെ പതിയെ വച്ചേ നടക്കൂ. അവൻ അഹങ്കാരത്തിന്റേതായ നടത്തം പോലും നടത്തൂല. നബി തിരുമേനി നടക്കുന്നതിനെ കുറിച്ച് മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നുണ്ട്, അഷ്റഫുൽ ഖൽഖ് നടക്കുമ്പോ ഒരു കുന്നിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ശ്രദ്ധ പോലെയുണ്ടായിരുന്നു പുണ്യനബിയുടെ നടത്തത്തിൽ. കുന്നിറങ്ങി വരുമ്പോ നമുക്കുണ്ടല്ലോ ഒന്ന് വീഴാത്ത വിധം പതുക്കെ പതുക്കെ ഇറങ്ങി, അതേപോലെയായിരുന്നു റസൂൽ നടന്നിരുന്നത്. വളരെ ശ്രദ്ധയോടെയാണ് നടന്നിരുന്നത്. നടത്തം പോലും ഇന്ന് അഹങ്കാരമാണ് അല്ലെ. ബോഡി ലാംഗ്വേജ് ശരിയാക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അഹന്തയുടെ ബോഡി ലാംഗ്വേജ് അല്ല, മറിച്ച് പടച്ചവനെ പേടിച്ചവൻ തന്നെ. അതിന് അവന്റെ ലാംഗ്വേജ് മാറ്റേണ്ട ആവശ്യമില്ല, മറിച്ച് അള്ളാഹുവിനെ പേടിച്ചവന്റെ ശരീരവും അള്ളാഹുവിന്റെ പേടിയുടെ വഴക്കത്തിൽ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഒരു 9 വിശേഷണങ്ങൾ അവിടെ പറയണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞുതരാം. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ജാഹിലുകൾ, അതായത് വിവരമില്ലാത്തവർ അവരോട് സംസാരിച്ചാൽ അവർ സലാം പറയുന്നു. സലാം പറയുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസ്സലാമു അലൈക്കും ഞാൻ പോട്ടെ എന്ന് പറയലല്ല. ശരിക്കും ശരി, ഓക്കെ, ഞാൻ പോവാണ്. എന്തേ കാരണം? വെറുതെ സംസാരിച്ച സമയം കളയരുത്. നമ്മളിങ്ങനെ ജാഹിലുകൾ എന്ന് പറഞ്ഞാൽ ദുന്യാവുമായി ബന്ധപ്പെട്ടത് മാത്രം പറയുന്നവനാണ് ജാഹിൽ. ബുദ്ധിയുള്ളവൻ ആരാണ്? സത്യവിശ്വാസി. ആ അർത്ഥത്തിൽ അങ്ങനെ ബോധമുള്ള വർത്തമാനങ്ങൾ പറയാൻ തയ്യാറല്ലാത്തവന്റെ മുമ്പിൽ എന്തു ചെയ്യണം? സലാം പറഞ്ഞു പോകണം, വെറുതെ തർക്കിക്കേണ്ടാന്ന്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ജാഹിലുകൾ അവരോട് സംസാരിക്കുമ്പോ അവർ സലാം പറയും. സലാം പറയുന്ന അസ്സലാമു അലൈക്കും പറയുന്നു മാത്രമല്ല അതിനർത്ഥം കൊടുക്കുക. പോട്ടെ, ഓക്കെ, ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ പറയാന്ന് പറഞ്ഞാലും അതും സലാമാണ്. അവിടെ പോവാ, അതന്നെ. അപ്പോ നബിയുടെ നടത്തം അങ്ങനെ ആ അർത്ഥത്തിൽ ഈ ഒരു വിനയം, സ്വഭാവം, ഇതെല്ലാം അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾക്ക് ഉണ്ടാവും. അവരുടെ ജീവിതം അള്ളാഹു ഏറ്റെടുത്തവരാണ്. അള്ളാഹു അങ്ങനെ ഏറ്റെടുക്കട്ടെ. ഇവിടെ നിങ്ങളുടെ വലിപ്പമൊന്നും വലിപ്പല്ല. നിങ്ങൾ എന്ത് യുദ്ധം ചെയ്താലും അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം. നിങ്ങളുടെ വലിപ്പമാകുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വലുതായി നിന്നിരുന്ന സമയത്ത് അള്ളാഹു നിങ്ങളെ ഒന്ന് ഓടിച്ചിട്ടാണ് ജയിപ്പിച്ചത്. ബദറിൽ നിങ്ങൾ വളരെ നിസ്സാരന്മാരായിരുന്നു. ഖുർആൻ ഇനിയും പറയുന്നുണ്ട്, അതാണ് അവസാനം നമ്മൾ ഓതി ആയത്തതാണ്, നിങ്ങൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പേടിച്ചൊരു കാലമുണ്ട്. പുറത്തിറങ്ങാൻ ഭൂമിയിൽ വളരെ കുറഞ്ഞ് വളരെ ദുർബലരായി നടന്നിരുന്ന ഒരു കാലം. ജനങ്ങൾ നിങ്ങളെ പറിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിച്ച കാലം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുറത്തു വന്നു, പിന്നെ അവസാനം കുറച്ചുപേരായി. അവസാനം സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്നു, നബിയോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, എന്തിനങ്ങ് ഇങ്ങനെ രഹസ്യമായി ഈ പ്രബോധനം നടത്തണം? നമുക്കൊരു പരസ്യ പ്രവേശനം നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇസ്ലാം പരസ്യ പ്രബോധനത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. എന്നിട്ടും കിരാതമായ മർദ്ദനങ്ങളുടെ കാലം. പക്ഷെ അങ്ങനെ ഇരുന്ന കാലത്ത് നിന്നാണ് പിന്നെ നിങ്ങൾക്ക് മദീനയിലേക്ക് പോരാനും പിന്നെ മദീനയെ ആ സ്ഥാപിതമായ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കപ്പെടുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ നിങ്ങൾ ഉയർന്ന് ബദർ എന്ന് പറയുന്ന വലിയ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഖന്ദഖിന്റെയും ഉഹദിന്റെയും രണാങ്കളങ്ങളിലൊക്കെ നിങ്ങൾ പടവെട്ടി അവസാനം നിങ്ങൾ മക്കാ വിജയം നേടി. മക്കാ വിജയം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ വിജയം തന്നെയാണ്, ഫത്തഹാണ് അല്ലെ. ഫത്തഹ് അല്ലാഹു തന്നെ പറഞ്ഞു, ഇന്നാ ഫതഹ്നാക ഫതഹം മുബീന, അങ്ങക്കൊരു വിജയം ഫതഹം മുബീൻ തന്നിരിക്കുന്നു എന്നാണ്. ആ വിജയം എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂചിപ്പിച്ചത് പോലും പ്രത്യേകമായ ചില സാഹചര്യത്തിലാണ്. അതായത് മക്കയിലേക്ക് ആദ്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത് ഉംറക്കാൻ 1400ഓളം വരുന്ന സ്വഹാബാക്കളുമായി. അവരങ്ങ് പോകുമ്പോഴാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ പ്രാന്തങ്ങളിലേക്ക് എത്തുമ്പോഴാണ് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, ഈ വർഷം ഇവിടെ വന്ന് നിങ്ങൾ ഈ മക്കയിൽ പ്രവേശിക്കാൻ നിങ്ങൾ അനുവാദം തരില്ല എന്ന്. സുഹൈൽ എന്ന ആളുടെ പേര് കേൾക്കുമ്പോഴേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സഹിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എളുപ്പം. അപ്പോ താങ്കൾ വളരെ നല്ല മനുഷ്യനാണ് എന്ന് പറയുകയാണ്. അതായത് അയാളെ ശുഭകരമായി അഭിവാദ്യം ചെയ്യുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൈൽ നല്ല പേരാണ്, സുഹൈൽ ഇബ്നു അംർ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനോട് അയാൾ ധിക്കാരപൂർവ്വം സംസാരിക്കാൻ തുടങ്ങാണ്.
നബിയോട് ഈ വർഷം നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ മണ്ണിൽ, അതായത് മക്കയിൽ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്, എന്തിനാ റസൂലേ ഇവന്റെ ഒരു പ്രസംഗത്തിന്റെ മുമ്പിൽ അങ്ങയെപ്പോലൊരു മഹാനായ പ്രവാചകൻ ഇത്രമേൽ അനുസരണയോടുകൂടെ നിൽക്കുന്നത് എന്തിനാണ്? അങ്ങ് അനുവദിക്കുമെങ്കിൽ ഇവന്റെ പല്ല് കൊഴിച്ചിടാൻ ഞാൻ തയ്യാറാണ് എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് പറയുന്നത്, പേര് തന്നെ ശുഭകരമായൊരു പേരുള്ള മനുഷ്യനെ നീ അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ പേരിനോടൊപ്പം തന്നെ ഇതിന് വലിയൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഉമർ, നാളെ 2 പ്രസംഗങ്ങൾ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനുണ്ട്. സുഹൈലിന്റെ പ്രസംഗം ഉമ്മത്തിന് ആവശ്യമാണെന്ന് മുഹമ്മദ് നബി. സുഹൈലിന്റെ പ്രസംഗം ഉമ്മത്തിന് ആവശ്യമാണ്. അതൊരു അത്ഭുതമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 2 പ്രസംഗമാണ് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയത്. 2 പ്രസംഗങ്ങൾ. ഒന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രസംഗം, മറ്റൊന്ന് സുഹൈൽ ഇബ്നു അംറിന്റെ പ്രസംഗം. എന്റെ അടുത്ത് ഒച്ചയില്ലേ? 2 പ്രസംഗങ്ങൾ. ഒന്ന് അബൂബക്കർ അഷ്റഫുൽ ഖൽഖ് വഫാത്തായി എന്ന് കേൾക്കുമ്പോ നബി തിരുമേനിയുടെ മുമ്പിൽ നിന്നിട്ടാണ് വാള് ചുഴറ്റി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഹബീബ് വഫാത്തായെന്നോ? അങ്ങനെ പറയുന്നവന്റെ കഴുത്തുവെട്ടു ഞാൻ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവന്റെ കഴുത്തുവെട്ടും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഈ നിഷ്കളങ്കനായ പ്രവാചക പ്രേമിക്ക് കഴിയുന്നില്ല. നബി വഫാത്തായെന്നറിയുമ്പോ പാടത്ത് നിന്ന് പിക്കാസ് കൊണ്ട് കൊത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് കേൾക്കുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഅമി ഐനയ്യ, എന്റെ 2 കണ്ണും നീ പൊട്ടിച്ചു കളാം. നബിയില്ലാത്ത ഈ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക്, സുന്ദരമായ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്ന ഈ കണ്ണുകൾക്ക് ഇനി ഈ ഭൂമിയുടെ കാഴ്ച കാണേണ്ടതില്ല. ഈ 2 കണ്ണും നീ അന്ധമാക്കി കളയണം എന്ന് പറഞ്ഞു. വല്ലാത്തൊരു സമയമാണത്. നബി വഫാത്തായിരിക്കുന്നു എന്നതാണ്. മഹാനായ പ്രവാചകന്റെ മുമ്പിലേക്ക് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് വന്നു റളിയല്ലാഹു അൻഹു. പരിശുദ്ധ മുഖത്ത് ചുംബിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ജീവിച്ചപ്പോഴും സുഗന്ധം, വഫാത്താകുമ്പോഴും സുഗന്ധം. എന്നിട്ട് തിരിച്ചു വന്നു. ഉമർ ഇങ്ങനെ ഭ്രാന്തളകിയ പോലെ പറയാൻ, ആരാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറയണത്? ആരടാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ ആകെ ഭയന്നു നിൽക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ വിനീത ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബി വഫാത്താവൂല എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന മുഹമ്മദിന് ഖദ് മാത്ത, റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്, നബി വഫാത്തായിട്ടുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ ഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഖാബികും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെയല്ല, അല്ലാഹുവിന്റെ റസൂലാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, നബിക്ക് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അഫൈമാത്ത, ഈ മഹാനായ പ്രവാചകൻ വഫാത്താവുകയോ ഔ ഖുതില, അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻഖലബ്തും അലാ അഖാബികും, നിങ്ങൾ നിങ്ങളുടെ മടമ്പുകൾക്ക് പിന്നിലേക്ക്, അതായത് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയോ എന്നാ ഓടിക്കോ, ഫലൻ യദുറല്ലാഹ ശൈഅ, അതൊന്നും അള്ളാഹുവിന് ബാധിക്കുകയില്ല, അള്ളാഹുവിന് ബുദ്ധിമുട്ടല്ല. ഇത് ഓതിയപ്പോഴാണ് എല്ലാവരും ഓർക്കുന്നത്, പടച്ചോനെ ഇത് ഉഹദിൽ വന്ന ആയത്താണ്. ഉഹദിൽ നബി വഫാത്തായി, മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ശത്രുപാളയത്തിൽ നിന്ന് അങ്ങനെ പ്രചരണമുണ്ടായപ്പോ സ്വഹാബാക്കൾക്കിടയിൽ അത് വലിയ അർത്ഥത്തിലുണ്ടാകുന്ന സങ്കടമായ സമയത്താണ് അള്ളാഹു പറഞ്ഞത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, നബി റസൂലാണ്, നിങ്ങൾ അതിന്റെ പേരിൽ ഇട്ടേച്ചു പോകുമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ ദൗത്യമാണ്, അതുകൊണ്ട് നിങ്ങൾ പോണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് ഇറങ്ങിയത് അപ്പോഴാണ്. ഈ പ്രസംഗം നടന്നപ്പോഴാണ് സ്വഹാബാക്കൾ മദീനയിൽ നബി തിരുമേനിയുടെ വഫാത്തിനെ അംഗീകരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രസംഗം തന്നെ മക്കയിൽ അപ്പോ നടന്നു. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. സുഹൈൽ ഇബ്നു അംർ അവിടെ നിന്ന് പ്രസംഗിച്ചു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, വഫാത്തായി. അത് സമ്മതിച്ചേ പറ്റൂ. പ്രഭാഷകർക്ക് ചില സമയത്ത് ചില കാര്യങ്ങളെ കൃത്യമായി ആളുകളെ ധരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ആ പ്രഭാഷണം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന പ്രത്യേക സന്ധി ചെയ്തു. നബിയുടെ സന്ധി അള്ളാഹുവിന്റെ റസൂൽ അവിടെ ചെയ്തത് ഇങ്ങനെയാണ്: മുസ്ലിങ്ങളുടെ പക്ഷത്തുനിന്ന് ആരെങ്കിലും അമുസ്ലിം പക്ഷത്തേക്ക് ചെന്നാൽ അവരെ ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് സുഹൈൽ ഇബ്നു അംറിന്റെ വ്യവസ്ഥ. അത് സ്വീകരിച്ചു റസൂൽ. എന്നാൽ അമുസ്ലിം പക്ഷത്തേക്ക് ആരെങ്കിലും, അമുസ്ലിം പക്ഷത്തുനിന്ന് ആരെങ്കിലും മുസ്ലിം പക്ഷത്തേക്ക് ഷഹാദത്ത് ചൊല്ലി വന്നാൽ
നിങ്ങളവരെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നബിയോട് പറയുന്നത്. അപ്പോഴും നബി അത് അംഗീകരിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇവരോട് യുദ്ധം ചെയ്ത് ജയിക്കാമായിരിക്കെ അങ്ങെന്തിനാണ് ഇങ്ങനൊരു സന്ധി ചെയ്യുന്നത് എന്ന് പോലും ചോദിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ, ഈ സന്ധി ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമുള്ള സന്ധിയാണ്. ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്. അള്ളാഹു എന്നെ ഒരിക്കലും കൈവടിയില്ലെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഉമർ ബിൻ ഖത്താബ് എന്നിട്ടും നബി തിരുമേനിയുടെ ഈ വർത്തമാനത്തിന്റെ മുമ്പിൽ ഉത്തരം പിന്നെ സമാധാനമാകാതെ വന്നപ്പോ അബൂബക്കറിന്റെ മുമ്പിൽ ചെന്നും ചോദിച്ചു, അല്ല, എന്താ റസൂൽ ഇങ്ങനൊരു നടപടി എടുക്കുന്നത്? നമ്മൾ 1400 പേരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ആ 1400 ഇവരെ ജയിക്കാൻ സാധ്യമാകുന്ന വിധം നാം അള്ളാഹുവിന്റെ ദീനിലായിരിക്കെ പിന്നെ എന്തിനിങ്ങനൊരു തീരുമാനം എടുക്കണം? അപ്പോഴും അബൂബക്കർ പറഞ്ഞു, ഇന്നഹു റസൂലുള്ളാഹ്, അത് റസൂലാണ്ടോ, ഈസ് ദ സുപ്രീം ലീഡർ, നമ്മുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അദ്ദേഹമാണ്. ഒരു തീരുമാനം എടുത്താൽ അള്ളാഹ് ആ മനുഷ്യനെ പാഴാക്കൂല, അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കുക. ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളിൽ ചിലർക്കും വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. തിരിച്ചു പോരുമ്പോ ആ വിഷമുള്ള കരാറ് ചെയ്തിട്ട് തിരിച്ചു പോരുമ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നാ ഫതഹ്നാക ഫതഹൻ മുബീനാ, നിങ്ങൾക്ക് ഫതഹ് തന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വിജയമായി കഴിഞ്ഞു. അടുത്ത വിജയമാണ്. അടുത്ത വർഷം തന്നെ ഖുറൈശികൾ ഈ കരാറൊക്കെ ലംഘിച്ചപ്പോ നേരെ അങ്ങ് ചെന്നു. അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങി, ഇനി ഞങ്ങളാരും മുഹമ്മദ് നബിയുടെ മുമ്പിലേക്ക് പോകൂല. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്, കരാറ് പാലിക്കണം. കരാറ് മുഹമ്മദ് നബി പാലിച്ചു, നമ്മുടെ ഇടയിൽ ചില ആളുകൾ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഏതായാലും പോകാനില്ല. ഖുറൈശികൾക്കിടയിൽ ചിഹ്നതയും പിന്നെ പ്രശ്നങ്ങളുമായി നബിയും 10,000-ഓളം വരുന്ന സ്വഹാബാക്കളുമായി മക്കയിലേക്ക് പോയി. മക്ക നബിയുടെ മുമ്പിൽ കീഴടങ്ങി നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ 2,000-ഓളം വരുന്ന ഖുറൈശികൾ, അതായത് മക്കാനിവാസികൾ മുസ്ലിങ്ങളായി. ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ വിജയമുഹൂർത്തത്തിന്റെ മുമ്പിൽ മുഹമ്മദ് റസൂൽ നിൽക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് നബി തിരുമേനി അറിയുന്നത്. ഹവാസിനുകൾ, പരാജിത ബോധത്തോടെ നിൽക്കുന്ന ഹവാസിനുകൾ യുദ്ധപ്രഖ്യാപനം നടത്തി. നബി ഈ 12,000-ഓളം വരുന്ന ആളുകൾക്ക് മുമ്പിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം യുദ്ധത്തിനൊരുങ്ങുക. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് യുദ്ധത്തിനു വേണ്ടി മാത്രം കിട്ടിയ പടയങ്കികളുടെ കണക്ക് പറയുന്നത് 8,000. എന്നാൽ യഥാർത്ഥത്തിൽ ഹവാസിനുകൾ ആകെ ഉണ്ടായിരുന്നതും 8,000 പേര് മാത്രമാണ്. ആദ്യമായി ചെയ്ത യുദ്ധത്തിന്റെ കണക്കാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഒറ്റ ഒട്ടകവും 2 കുതിരയും ആകെ 3-4 വാളും കുറഞ്ഞ മാത്രം ആയുധങ്ങളുമായി പോയിട്ടാണ് 313 ജയിച്ചു വന്നത്. അതേസമയം ഇവിടെ ജയിക്കുന്നതല്ല, യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ 8,000-ഓളം വരുന്ന പടയങ്കികൾ കിട്ടി. സഫ്വാൻ നബിയുടെ മറുപക്ഷത്ത് നിൽക്കുമ്പോഴും സഫ്വാനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു 300 പടയങ്കി കടം കൊടുത്തു. അപ്പൊ പറഞ്ഞു, നിങ്ങളിപ്പോ നേതാവും അധികാരിയുമാണ്, ഞാനാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധി മാത്രമാണ്. അതുകൊണ്ട് 300 തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധത്തോടെയാണ് ഞാൻ തരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, തിരിച്ചു തരൂല എന്ന് മാത്രമല്ല, തിരിച്ചു തരുന്നു മാത്രമല്ല, ഇതിലെന്തെങ്കിലും അപാകതകൾ ഈ പടയങ്കികൾക്കുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും തിരിച്ചു വരുന്നു. ഹുനൈന് കഴിഞ്ഞപ്പോ ആ 300 തിരിച്ചു കൊടുത്തു. 300 തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അതിന്റെ പ്രത്യുപകാരം പോലെ സഫ്വാനിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ, ഈ മലഞ്ചെരിവിൽ കാണുന്ന ആടുകൾ ഇത് ഇസ്ലാമിക സമൂഹത്തിന്റേതാണ്, നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിച്ചു. നബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾ ആരാ? നിങ്ങൾ എന്തു മനുഷ്യനാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അത് അത്രയേറെ. അതായത് 2 പേരാണ്. സഫ്വാൻ മാറി നിന്നു, അതുപോലെ തന്നെ അബൂജഹലിന്റെ മകൻ ഇക്രിമയും മാറി നിന്നു. ഇക്രിമ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് മക്കയിൽ വിജയം പ്രാപിച്ചു എന്നറിഞ്ഞപ്പോ ആ നാട് വിട്ടു. പക്ഷേ ഇക്രിമയുടെ പിന്നാലെ നബി തിരുമേനിയുടെ അടുക്കൽ വന്നിട്ട് ഇക്രിമയുടെ ഭാര്യ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങവിടെ വന്നപ്പോ അങ്ങയെ സ്വീകരിക്കാനാവാതെ ഇക്രിമ നാട് വിട്ടു, ഞാൻ അവരെ തേടിപ്പിടിച്ചു കൊണ്ടുവരാൻ അങ്ങ് അനുവാദം നിന്നാലും. അങ്ങനെ പോയി ഒരടിമയുടെ കൂടെ ഈ പെൺകുട്ടി യാത്ര ചെയ്തു. കടല് കടക്കാൻ വേണ്ടി നിന്നവനെ പിടിച്ചു കൊണ്ടുവന്നു. ഇക്രിമ വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസുബ്ബു അബാ, ഇക്രിമയെ കുറിച്ച് നിങ്ങൾ, അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചേക്കരുത്. ഇക്രിമ വരുന്നുണ്ട്, അദ്ദേഹം മുഅ്മിനായിട്ട് തന്നെ വരും, നിങ്ങളുടെ മുമ്പിലേക്ക് മുഅ്മിനായിട്ട് തന്നെ വരും. പക്ഷെ ലാ തസുബ്ബു അബാ, അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരവും മിണ്ടരുത്. ആരാ പിതാവ്? അബൂജഹൽ.
നിങ്ങൾ നോക്കൂ, എന്തൊരു ഇസ്ലാമിക മര്യാദയാണിത്. എന്നിട്ട് ഇക്രിമ വന്നു, അള്ളാഹുവിന്റെ റസൂൽ എല്ലാം പുറത്തു കൊടുത്തു. ഇക്രിമ മുസ്ലിമായി. ഇക്രിമയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നിങ്ങളെ മാത്രം ലാക്കാക്കി എത്ര വലിയ ആസൂത്രണങ്ങളാണ് നിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ളത്. എന്റെ കാല് വെച്ചത് മുഴുവൻ നിങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് നബി എനിക്കൊണ്ട് ദ്വാരക്കണം. റസൂൽ അങ്ങനെ തന്നെ ദ്വാരുന്നു, പടച്ചവനെ, ഇക്രിമ നടന്ന വഴികളിൽ, ഇക്രിമ ചെയ്ത പണികളിൽ, നിന്റെ ദീനിനെതിരായി പറഞ്ഞത് മുഴുവനും നീ ഇക്രിമക്ക് പുറത്തു കൊടുക്കണേ എന്ന് സയ്യിദന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാം ശക്തമായി നിൽക്കുമ്പോഴാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 12,000 സഹാബാക്കൾ ഹുനൈനിലേക്ക് പോകുന്നത്. അപ്പോഴാണ് 12,000ന്റെയും മനസ്സിൽ ചിലരെങ്കിലും ഇങ്ങനെ ധരിച്ചത്, ലൻ നുഗ്ലബ ഹാദൽ യൗം, ഇന്ന് നമ്മൾ പരാജയപ്പെടൂല, ഇന്ന് നമുക്ക് പരാജയം ഉണ്ടാവൂല. കാരണം നാം എത്രയോ വലിയ പരീക്ഷണങ്ങളെ ജയിച്ചവരാണ്. ഇന്ന് നാം പരാജയപ്പെടില്ല. ലൻ നുഗ്ലബ ഹാദൽ യൗം, ഇന്ന് നാം പരാജയപ്പെടില്ല. അങ്ങനെ പറഞ്ഞുപോയി. പക്ഷേ അള്ളാഹു അവിടെ വലിയൊരു പരീക്ഷണത്തിന്റെ വഴി കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ഖുർആൻ തന്നെ പറയുന്നു, എല്ലായിടത്തും നിങ്ങളെ അള്ളാഹു സഹായിച്ചു, ഹുനൈനിലും. പക്ഷേ നിങ്ങൾ ആളുണ്ടെന്നൊരു തോന്നലുണ്ടായപ്പോ പടച്ചവൻ ഒരൊറ്റ പരീക്ഷ നടത്തി. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വലഖദ് നസറകുമുല്ലാഹു ഫീ മവാഖിന കസീറ വയൗമ ഹുനൈനിൻ ഇദ് അഅജബതുകും കസ്റതുകും വലം തുഗ്നി അൻകും ശൈആ. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. വലഖദ് നസറകുമുല്ലാഹു ഫീ മവാഖിന കസീറത്തിൻ, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിലും അള്ളാഹു നിങ്ങളെ സഹായിച്ചു. പക്ഷെ ഇദ് അഅജബതുകും കസ്റതുകും, നിങ്ങൾക്ക് വലിയ ആൾബലമുണ്ടെന്ന് നിങ്ങളെ ഒന്ന് പൊങ്ങച്ചപ്പെടുത്തിയിരുന്നുവെങ്കിലും, നിങ്ങൾ ആളുണ്ടെന്നുള്ള തോന്നൽ നിങ്ങൾക്കൊരു അമിതാത്മവിശ്വാസം നൽകിയിരുന്നുവെങ്കിലും, ഫലം തുഗ്നിയൻകും ശൈആ, ഒരു ചുക്കും പ്രയോജനം ചെയ്തില്ലല്ലോ. നിങ്ങളത്ര വലിയ ആളായിട്ടും ഒന്നും നേടിയില്ലല്ലോ. എന്തുണ്ടായത്? നിങ്ങൾ പെട്ടെന്ന് പിന്തിരിഞ്ഞോടിപ്പോയി. ഭൂമി നിങ്ങൾക്ക് മുമ്പിൽ വളരെ ചുരുങ്ങിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയി. വലാഖത്ത് അലൈക്കുമുൽ അർളു ബിമാ റഹബത്, ഭൂമി അത്രമേൽ വിശാലമായിരുന്നിട്ട് പോലും നിങ്ങളങ്ങ് പിന്നെ ഭൂമി തന്നെ പോയോ എന്ന് തോന്നിപ്പോകുന്ന വിധം എവിടെയൊക്കെയോ നിങ്ങൾ പിന്തിരിഞ്ഞോടി. തുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞോടി. അപ്പോഴേ അസ്റഫുൽ ഖൽഖ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്, അസ്റഫുൽ ഖൽഖ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇബാദല്ലാഹ് ഇലയ്യ ഇലയ്യ ഇബാദല്ലാഹ് ഇലയ്യ ഇലയ്യ ഇബാദല്ലാഹ് അന നബിയ്യുക്കും അന നബിയ്യുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹേ അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ ഓടിവാ. അന നബിയ്യുൻ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ലാ കദിബുൻ, ഞാൻ നുണ പറഞ്ഞ കള്ളപ്രവാചകനല്ല. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അറബുകളുടെ നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ്, പൗത്രനാണ്. അതുകൊണ്ട് എന്റെ ധൈര്യത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു മുഹമ്മദ് നബി. പിന്നെ സ്വഹാബാക്കൾ തിരിഞ്ഞു വരെയിരുന്നു. 12 പേരാണ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത്, സിദ്ദീഖ് ഉൾപ്പെടെ റളിയല്ലാഹു അൻഹു. ആ അമ്പൊക്കെ വരുമ്പോ സഅദൊക്കെ ഇങ്ങനെ നിന്നിട്ട്, പൊക്കം കുറഞ്ഞ സ്വഹാബാക്കൾ നബിയുടെ മുകളിൽ പൊക്കമുണ്ടാകാൻ തള്ളവരിൽ കുത്തി നിന്നിട്ടാണ് അസ്റഫുൽ ഖൽഖിന്റെ നേരെ വന്ന അമ്പുകൾ തടുത്തു നിർത്തിയത് എന്നാണ്. ഇത് ഉഹദിലും ഇത് ഹുനൈനിലുമൊക്കെ പാടാണ്. നിങ്ങൾ നോക്കൂ, ഒരു നേതാവിന് വേണ്ടി സ്വന്തം നെഞ്ചത്തേക്ക് അമ്പുകൾ വിരിമാറു കാണിച്ച നെഞ്ചുകളിലേക്ക് അമ്പുകൾ സ്വീകരിച്ച മഹാന്മാരാണ് സ്വഹാബത്ത്. ലോകത്ത് ഇങ്ങനെ ഒരു നേതാവും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അതായത് സ്വന്തം അനുയായികൾ ജീവനേക്കാൾ വലുതായി മുഹമ്മദ് നബിയെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്നേഹിക്കുമ്പോഴേ നമ്മളും അനുയായികളാകൂ. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അസ്റഫുൽ ഖൽഖിനെ സ്നേഹിക്കുക എന്നതിനപ്പുറം, അതാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ എന്റെ ദുഃഖത്തെക്കുറിച്ച് ആലോചിക്കണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും നിങ്ങൾ എന്റെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കണേ എന്നാണ്. അതുകൊണ്ടാണ് അബൂ ഖുഹാഫ മുസ്ലിമായപ്പോ അബൂബക്കർ കരഞ്ഞു. അപ്പോ നബി തിരുമേനി ചോദിച്ചു, വാപ്പ മുസ്ലിമായാൽ സന്തോഷിക്കുന്നതിന് പകരം മോൻ ഇങ്ങനെ കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു സിദ്ദീഖിനോട്.
അപ്പോൾ പുണ്യനബിയോട് അബൂബക്കർ പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്റെ പിതാവ് മുസ്ലിമായതിന്റെ പേരിൽ സന്തോഷിക്കുമ്പോഴും അങ്ങ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു മനുഷ്യൻ അങ്ങയോട് അങ്ങ് എത്ര പറഞ്ഞിട്ടും അവസാന സമയം വരെയും മുസ്ലിമാകാൻ കൂട്ടാക്കാതെ നിന്നു എന്നത് അങ്ങയുടെ വിഷമമായിരിക്കെ ആ വിഷമത്തിന്റെ മുമ്പിൽ അബൂബക്കർ കൂടുമ്പോ അബൂ ഖുഹാഫ മുസ്ലിം ആയത് എന്ത് എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അബൂ താലിബ് മുസ്ലിമാകാൻ വേണ്ടി നബി അവസാനം വരെ ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ ബാക്കി ഞാൻ ഏറ്റു, ഒന്ന് പറഞ്ഞു കിട്ടിയാൽ ബാക്കി ഞാൻ ഏറ്റു, വേറൊന്നും അങ്ങ് ചെയ്യേണ്ടതില്ല, ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ചിലർ. ആ അർത്ഥത്തിലാണ് അബൂബക്കറിന്റെ വർത്തമാനവും. അബൂ താലിബിനെ അങ്ങ് അത്രമേൽ ശ്രമിച്ചിട്ടും മുസ്ലിമാക്കാതെ പോയപ്പോ അബൂ ഖുഹാഫ മുസ്ലിമായിട്ട് ഈ മകൻ സന്തോഷിച്ചാൽ അങ്ങക്ക് എന്ത് ദുഃഖമുണ്ടാകും എന്നതാണ് എന്റെ പേടി. അതെ, നബിയുടെ ചെറിയ ദുഃഖത്തെ പോലും പേടിച്ചവർ. ഞാൻ പറയട്ടെ, അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളൊക്കെ, ഞാനും നിങ്ങളും, നിങ്ങൾ വ്യാഴാഴ്ചകളിൽ പ്രത്യേകിച്ചും അല്ലാത്ത സമയങ്ങളിലും, അതായത് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചകളും നിങ്ങൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സലാം മടക്കും എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു തുറദു അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾ തെറ്റു ചെയ്താൽ ഞാൻ വിഷമിക്കുമെന്ന് മുഹമ്മദ് നബി. എന്റെ ഉമ്മത്തിൽ തെറ്റു ചെയ്യുന്നവരുടെ പേരിൽ ഞാൻ വിഷമിക്കുമെന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സന്തോഷിപ്പിക്കണ്ടേ? എങ്ങനെയാ സന്തോഷിപ്പിക്കുക? രഹസ്യത്തിലും പരസ്യത്തിലും. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ തെറ്റു ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുന്നവരാണ്. പക്ഷെ എന്നാലും നബിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ, സ്വലാത്ത് നിരന്തരം ചെല്ലുമ്പോൾ നബിയിലേക്കുള്ള ഇഷ്ക് കൂടും. ആ ഇഷ്കിൽ നമ്മൾ അറിയാതെ പറയും, ഇല്ല, ഞാൻ ഇനി പരസ്യമായും രഹസ്യമായും ചെയ്യൂല തെറ്റ്. എന്തേ ചെയ്താൽ എന്റെ ഹബീബ് വിഷമിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞ പോലെ, എനിക്കൊന്നും പേടിയില്ല, നിന്റെ മുമ്പിലെ വിചാരണയും ഞാൻ കേട്ടു നിൽക്കും. പക്ഷെ എനിക്കൊറ്റ പേടിയേ ഉള്ളൂ, 23 കൊല്ലം എത്രയോ സഹിച്ചിട്ടും ഈ ഉമ്മത്തിന് വേണ്ടി മാത്രം, നന്മക്ക് വേണ്ടി ഓടി വന്ന മനുഷ്യൻ ആ അരികത്തുണ്ടാകുമ്പോൾ എന്റെ തെറ്റൊന്നും നീ വിളിച്ചു പറയരുതേ എന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. എന്റെ തെറ്റൊന്നും പടച്ചോനെ, എന്റെ തെറ്റ്, ഞാൻ നരകത്തിൽ പോകണമെന്നല്ല എന്റെ പേടി. പക്ഷേ മുഹമ്മദ് നബി അരികത്തുണ്ടാകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വച്ച് എന്നെ വിചാരണ ചെയ്യുമ്പോൾ അഷ്റഫുൽ ഖൽക്കിന്റെ ദുഃഖം എനിക്ക് പേടി തോന്നുന്നു എന്ന് പറഞ്ഞു അല്ലാമ ഇഖ്ബാൽ. ഞാൻ പറഞ്ഞ ഒറ്റ വർത്താനം മതി, അയാൾ സ്വർഗത്തിൽ പോയി. അല്ലേ? എന്താ അത്? അതല്ലേ വലുത്? ഹബീബിനോടുള്ള ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അങ്ങനെ, അതായത് ഇത്രയേറെ സ്നേഹിച്ചവർക്ക് പോലും നോക്കൂ, ഒരു ചെറിയ അർത്ഥത്തിൽ ഒരു പൊങ്ങച്ചുണ്ടായപ്പോൾ അള്ളാഹു പരീക്ഷിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ വലിപ്പമൊന്നും വലിപ്പമല്ല, നിങ്ങളുടെ ആത്മവലിപ്പം തന്നെയാണ് വലിപ്പം. നിങ്ങൾ ആത്മാവിനാൽ നന്നായാൽ അള്ളാഹു നിങ്ങളുടെ വലിപ്പം കൂട്ടും. നിങ്ങൾ ആത്മാവിനാൽ നന്നായപ്പോഴൊക്കെ നിങ്ങൾ ചെറുതായിരുന്നിട്ടും അള്ളാഹു വലുതാക്കി. നിങ്ങൾ ചെറുതായിരുന്നില്ലേ ബദറിൽ? അള്ളാഹു വലുതാക്കിയില്ലേ? നിങ്ങളൊന്നുമായിരുന്നില്ല. താരിഖ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഒരു അടിമച്ചക്കൻ നിങ്ങളെ വളരെ കുറഞ്ഞ ഒരു പറ്റം ആളുകളുമായി ജിബ്രാൽട്ടർ കടലെടുക്ക് കടന്ന്, ജിബ്രാൽട്ടർ എന്ന് പറയുന്നത് പോലും ജബൽ താരീഖാണ്, ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ഈ ആന്തലൂഷ്യൻ എന്ന് പറയുന്ന, അതായത് സ്പെയിൻ സൈനിക സമൂഹത്തിന്റെ നീക്കങ്ങളെ മനസ്സിലാക്കി, എന്നിട്ട് അങ്ങോട്ട് കടലു കടന്നു ചെന്ന് ആ കപ്പലുകൾ മുഴുവനും കത്തിച്ചു ചാമ്പലാക്കി തിരിഞ്ഞു പോയിട്ട് എന്തു കാര്യം, നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധകരായി ജയിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് സ്പെയിനിലാണ്. അവർ കടലുപോലെ നിന്ന ഒരു സമൂഹത്തെ ജയിച്ചു. ചെറിയ സംഘം. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സാംസ്കാരിക സമുച്ചയങ്ങൾ സൃഷ്ടിച്ചെടുത്തു സ്പെയിനിൽ മുസ്ലിങ്ങൾ. Muslim Spain wrote one of the brightest chapters in the intellectual history of medieval Europe. മധ്യകാലത്തിന്റെ ദൈക്ഷണിക ചരിത്രത്തിന് ഏറ്റവും വലിയ സംഭാവന എഴുതി വെച്ചത് മുസ്ലിങ്ങളാണ്, സ്പെയിനാണ്. യൂറോപ്പ് വാസ് മിയർഡ് ഇൻ ദ ഡാർക്ക് ഏജസ്. യൂറോപ്പ് അന്ധകാരത്തിലായിരുന്നു. ആ സമയത്ത് the Moors and Arabs who were Mohammedans were making rapid stages in every branches of science and arts. കലയുടെയും ശാസ്ത്രത്തിന്റെയും പുതിയ വേഗങ്ങൾ കണ്ടെത്തിയത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ നോക്കൂ, നിങ്ങൾ സ്പെയിനിൽ ഒരു കൊച്ചു സംഘം ജയിച്ചു. എന്നിട്ട് അവർ സ്പെയിന്റെ അധികാരം ഏറ്റെടുത്ത് അവിടെ ഇസ്ലാമികമായ ഈ പറയപ്പെടുന്ന സമുച്ചയങ്ങളൊക്കെ ഉണ്ടായി. ഇസ്ലാമിക നാഗരികത പടർന്ന് പന്തലിച്ചു നിൽക്കുമ്പോൾ ഇസ്ലാമിക ഭരണകൂടം ജീർണതയുടെ പുതിയ
പുതിയ വിഴുപ്പുകളിലേക്ക്, പുതിയ കുണ്ടുകളിലേക്ക് ചാടാൻ തുടങ്ങിയപ്പോ മുസ്ലിങ്ങൾക്ക് മേൽ ഫെർഡിനൻഡ് ഇസബല്ല എന്ന 2 കുരിശ് യോദ്ധാക്കൾ, ഒരാൾ പെണ്ണാണ്, ഒരാൾ ആണാണ്, കുരിശ് യുദ്ധം, ക്രൂസൈഡ്, ആ യുദ്ധത്തിൽ അവസാനം ജയിക്കാൻ പോയിട്ട് യുദ്ധം ചെയ്യാൻ പോലും കഴിയാതെ അന്നത്തെ അബ്ദുള്ള എന്ന രാജാവ് തന്റെ കയ്യിലെ ഇസ്ലാമിക സമുച്ചയങ്ങളുടെ താക്കോലുകൾ ഒരു വെള്ളിത്തലികയിലിട്ട് കൊണ്ടുപോയി ഫെർഡിനൻഡ് ഇസബല്ലമാരുടെ കാൽക്കൽ വെച്ചു കൊടുത്തു. ഇസ്ലാമിക സമൂഹത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ ഏറ്റവും സുഖകരവും പുഷ്കലവുമാക്കിയ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ പരിണിതി അവസാനിക്കുന്നത് അവിടെയാണ്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അൽ ഖുർത്തുബയുടെ മസ്ജിദിൽ പോയി സുജൂദിൽ കിടന്നിട്ട് പറയുന്നുണ്ട്, എത്ര സുജൂദുകൾ വീണിടമാണ്, പക്ഷേ ഇന്ന് കണ്ണൂനീരിന്റെ കഥ പറയാനേ ഖുർത്തുബ നിനക്ക് സാധിക്കുന്നുള്ളൂ. കെർദോവ, ഇസ്ലാമിക സംസ്കൃതിയുടെ ചരിത്രത്തിലെ വിദ്യാഭ്യാസത്തിന്റെയും സാംസ്കാരികതയുടെയും സിംബലായി നിൽക്കുന്ന കെർദോവ, അൽ ഖുർത്തുബ. ഈ ഗ്രന്ഥം അൽ ഖുർത്തുബി ആണ്. അതായത് മഹാനായ ഇമാം ഖുർത്തുബി, കെർദോവക്കാരനായ സ്പെയിൻകാരനായ ഒരു മഹാപണ്ഡിതന്റേതാണിത്. 12ഓളം വാള്യങ്ങളുള്ള ഇസ്ലാമിക, അതായത് പരിശുദ്ധ ഖുർആനിന് എഴുതിയിട്ടുള്ള മനോഹരമായ ഗ്രന്ഥം തഫ്സീറുൽ ഖുർത്തുബി അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്നാണ്. അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അഹ്മദ് അൽ അൻസാരി അൽ ഖുർത്തുബി അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹം കർദോവ എന്ന് പറയുന്ന നാട്ടുകാരനാണ്. അൽ ഖുർത്തുബി. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ നാട്, ഇസ്ലാം യൂറോപ്പിന് വെളിച്ചം കൊടുത്ത നാട്. പക്ഷേ ഒരു ചെറുസംഘത്തിന് ജയിക്കാനായത് വലുതായപ്പോൾ തോറ്റുപോയി. വലിപ്പമല്ല നമ്മുടെ വലിപ്പം, ചെറുപ്പമാണ് നമ്മുടെ വലിപ്പം. അല്ലെ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെയാണ്, ചെറുതാണ് വലിപ്പം. മുസ്ലിങ്ങൾ ചെറുതായിരുന്നപ്പോഴാണ് ജയിച്ചത്. മുസ്ലിങ്ങൾ വലുതായപ്പോ, മുസ്ലിങ്ങൾ ആൾബലം കൂടിയപ്പോ ജയിക്കല്ല, നിരന്തരം തോക്കുകയാണ്. അള്ളാഹു അതിന്റെ കാരണം എന്നറിയോ? അവരുടെ ബലം ഇതിലേക്ക് പോവുകയും അള്ളാഹുവിലേക്ക് പോകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നാം അള്ളാഹുവിലേക്ക് തന്നെ ആവുക നമ്മുടെ എഴുത്തുമാതുകൾ. അള്ളാഹു അതിനെ തൗഫീഖ് തരട്ടെ. അതാണ് അള്ളാഹു പറയുന്നത്, നിശ്ചയം അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. അള്ളാഹ് മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. അതായത് നിങ്ങളുടെ ആൾബലൊന്നുമല്ല വലുത്, നിങ്ങൾ മുഅ്മിനാവലാണ്. അതുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുമ്പോൾ തന്നെ പടച്ചവൻ തമ്പുരാൻ പറഞ്ഞു, ആരാടോ മുഅ്മിൻ, ആരാ മുഅ്മിൻ, ആരാ മുഅ്മിൻ. നേരത്തെ എന്താ പറഞ്ഞത്? ആദ്യത്തെ ആയത്ത് എന്താ പറഞ്ഞത്? ആരാ സത്യവിശ്വാസി, അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടങ്ങുന്നത്. എപ്പോ അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. സൂറത്ത് അതിന്റെ അപ്പുറപ്പുറൊക്കെ ശരിക്കും നോക്കണേ. നോക്കി, അല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അവരാരാവർ, അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കപ്പെട്ടാൽ, പടച്ചവനെ കുറിച്ച് അവരോട് പറയാൻ എവിടെയെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, ഹൃദയം ആർദ്രമായി പിടക്കും. അല്ലാഹുവേ എന്ന ചിന്ത അവർക്കുണ്ടാവും. വജിലത്ത് ഖുലൂബ് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവരുടെ മേൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെട്ടാലോ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ തമ്പുരാനിൽ ഭരമേൽപ്പിച്ചു കൊടുക്കും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് മുഅ്മിനീങ്ങൾ. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് ഹൃദയം ആർദ്രമാവുകയും പിടപെടക്കുകയും ചെയ്തവൻ. ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോ അവന്റെ ഹൃദയം ഇങ്ങനെ ആർദ്രമാവുകയും തൊലിച്ചുരുകളിൽ രോമാഞ്ചമുണ്ടാവുകയും അവൻ അള്ളാഹുവിലേക്ക് തന്നെ ഇങ്ങനെ ചുരുണ്ടുകൂടുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് ചുരുണ്ടുകൂടുക എന്നാണ്, അള്ളാഹുവിലേക്ക് ചുരുണ്ടുകൂടുക. ഹർഷപുളകിതമാകുന്ന രോമാഞ്ച ജനകമായി മാറുന്ന ആയാത്തുകൾ ഇങ്ങനെ ഓതപ്പെടുക. അല്ലേ, തഖ്ശഇറു മിൻഹു ജുലൂദുഹും, അവരുടെ തൊലിച്ചുരുകളിൽ രോമാഞ്ചമുണ്ടാകും. എന്നിട്ടോ അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലികളും അല്ലാഹുവിലേക്ക് ഇങ്ങനെ തുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മകളിലേക്ക് ഹൃദയവും തൊലിച്ചുരുളുകളും ആർദ്രമാകും. രോമാഞ്ചം തരളിതമാക്കി മാറ്റുന്ന മനസ്സും ഹൃദയത്തിന്റെ ഒപ്പം അതേപോലെ തരളിതമായി തീരുന്ന
ശരീരഭാഗങ്ങളും. ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാകണം. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളുടെ കൂടെയാണ് വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളോട് കൂടെയാണ്. എത്ര ദുആ എന്നിട്ട് എന്താ കാര്യം? ദുആ ചെയ്യുമ്പോഴും നാം സത്യവിശ്വാസത്തിന്റെ പന്ഥാവിൽ ഉറച്ചു നിൽക്കുന്നില്ല. റസൂൽ തന്നെ പറയുന്നുണ്ട്, ചിലരിനി വലിയ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് പൊടി പുരണ്ടും താടിയിലാകെ മുടി പിന്നെ ജട പിടിച്ചുമൊക്കെ ചില ആളുകൾ ഉണ്ടായിരുന്നു വരും. പക്ഷെ തിന്നുന്നത് മുഴുവൻ ഹറാമായിരിക്കും. അതായത് വലിയ പിന്നെ കാണിച്ചു കൂട്ടലൊക്കെ എന്തായിരിക്കും? വലിയ വലിയ ഉപ്പാപ്പായൊക്കെ ആയിട്ട് മാറും. പക്ഷെ തിന്നണൊക്കെ ഹറാമായിരിക്കും. ഇതില് ഇന്നിപ്പോ പിന്നെ പലതും അങ്ങനെയാണ്. അങ്ങനെയും കൂടി മനസ്സിലാക്കണം, നല്ലതാണ്. ഈ ഒരു കയ്യിൽ ഏതെങ്കിലും ഒരു ഷാള് പച്ചയായാൽ വലിയൊന്നും ആവൂല. വലിയ തിന്നുന്നത് ഉൾപ്പെടെ ശരീരം മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചതാവും. അവനാണ് വലിയ, അല്ലെ? അവനാണ് വലിയ. അള്ളാഹുവിന്റെ റസൂൽ അതുപോലും കണ്ട പോലെയാണ് പറയുന്നത്. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവനിങ്ങനെ എപ്പോഴും ദ്വാർക്കും. പക്ഷെ വലം യുജ്ബില്ല, അള്ളാഹ് ഒരു ഉത്തരവും കൊടുക്കൂല. എന്താ കാരണം? അവൻ തിന്നതുപോലെ ഹറാമാണ്. പിന്നെ ശരീരത്തിൽ ഒരംശം ഹറാമ് ചെന്നാൽ ആ അംശം ശരീരത്തെ സൃഷ്ടിക്കുമ്പോൾ ആ ശരീരം നരകത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാകും. അള്ളാഹു ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. സൂക്ഷിക്കണം. ഹറാമായ സമ്പത്ത് ആ അർത്ഥത്തിൽ തിന്നുന്നത് ശരീരത്തിൽ പതിയുന്നത് വഴി നിർബന്ധമായും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ ഹറാമിന് അള്ളാഹു നരകം കൊടുക്കാതിരിക്കില്ല. കാരണം ആ ശരീരം നരകത്തിൻ്റെതാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ പേടിക്കുന്നവരാകുക. യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വറസൂല വലാ തവല്ലൗ അൻ വഅൻതും തസ്മഊൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. അനുസരണം ഇവരോടൊക്കെ. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണം. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും അനുസരിക്കുക. ഇത്താഅത്ത് അനുസരണം. ഇബാദത്ത്, ഈ രണ്ട് പദങ്ങൾ തമ്മിലുണ്ടായ പിന്നെ തെറ്റുധാരണയോ അല്ലെങ്കിൽ തെറ്റായി ധരിപ്പിക്കാനുള്ള ശ്രമമോ ആണ് ചില ആളുകൾക്കൊക്കെ സംഭവിച്ചു പോയ ഒരു കാര്യം. അത് ഇത്താഅത്ത് അള്ളാഹുവിനോട് മാത്രമേ പാടൂ എന്ന് പറഞ്ഞിരുന്നു ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മതേതര ഭരണത്തെ പോലും അംഗീകരിക്കാൻ പാടില്ല എന്ന് അവർ പണ്ട് പറഞ്ഞിരുന്നു. ഇന്നിപ്പോ താത്താമാരൊക്കെ കൂടി ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ പുതക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ കർശനമായ നിലപാട് അതായിരുന്നു, ഇത്താഅത്ത് അള്ളാഹുവിനോട് മാത്രം. ഇത്താഅത്ത് അള്ളാഹുവിനോട് മാത്രമല്ല, ഇത്താഅത്ത് റസൂലിനോടുമാണ്. ഇത്താഅത്ത് ഉലുൽ അംറിനോടുമാണ്. അതായത് ഭരണാധികാരികളോടും ഇത്താഅത്ത് ആവശ്യമാണെങ്കിൽ ആവശ്യമാണ്. മനസ്സിലായില്ലേ? അത്തിഉല്ലാഹ വ റസൂലഹു വ ഉലുൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നിങ്ങളുടെ കൂട്ടത്തിലെ ഉലുൽ അംർ. ഉലുൽ അംർ എന്ന് പറഞ്ഞ ആരാണ്? ദ മാൻ ഹൂ ഹാസ് ദ പവർ. അവനാണ് ഉലുൽ അംർ. അവരാണ്. അപ്പോ കയ്യിൽ പവറുള്ളവൻ, അധികാരമുള്ളവൻ, അവന് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അധികാരത്തെ നിങ്ങൾ രണ്ട് രീതിയിൽ കാണണം. അതിനെ അധികാരം നിങ്ങളുടെ പിന്നെ ഭരണാധികാരികൾ നിങ്ങൾക്കെതിരായി മോശമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ പോലും നിങ്ങൾ അവരെ പിന്നെ അംഗീകരിക്കലാണ് പ്രധാനം എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറം അപ്പൊ ചോദിക്കാം, അക്രമിയായ ഭരണാധികാരിയോട് ചോദ്യം ചെയ്യാൻ നിൽക്കൽ ജിഹാദാണ്. ഓരോ ഘട്ടാണ്. ഈ കോണ്ടെക്സ്റ്റുകളെ മനസ്സിലാക്കാതെ ആയത്തുകളെയും ഹദീസുകളെയും വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന അബദ്ധങ്ങൾ വലുതാണ്. ഓരോന്നിനും ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെ പറ്റുന്ന സമയം വരുമ്പോഴാണ് അത് പറ്റുക. പറ്റാത്ത സമയത്ത് അനുസരിച്ച് തന്നെ നിൽക്കണം. വ്യവസ്ഥാപിതമാണെങ്കിലും അതിനെ അനുസരിക്കണം. ഇപ്പോ നിലവിലുള്ളത് വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുടെ കീഴിലാണ്. അനുസരിച്ചേ പറ്റൂ. ഇതിനെതിരായി ഒരു മൂവ്മെന്റ്, ഭരണത്തെയും വ്യവസ്ഥിതിയെയും എതിർക്കുന്ന മൂവ്മെന്റുകൾ പാടില്ല. അതേസമയം ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ നമുക്കിതെല്ലാം ചെയ്യാം. അല്ലാത്ത വേറെ തരത്തിലേക്ക് പോകുമ്പോൾ അതെന്താവുന്നു? അത് ഇസ്ലാമികവും ആവുന്നില്ല. അത് ടെററിസം എന്ന് പറയുന്ന പുതിയ തരത്തിലേക്ക് പോകും. അത് വളരെ അപകടകരമാണ്. ഏറ്റവും വലിയ അപകടം നമുക്ക് തന്നെയാണ്. അള്ളാഹു കാക്കട്ടെ. ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോ ഉലുൽ അംർ അനുസരണമാണ്. ഈ സത്യത്തിൽ സംഭവിച്ചതും അവിടെ തന്നെയാണ്. അള്ളാഹുവിനെ അനുസരിക്കാവൂ എന്ന് പറഞ്ഞുകൊടുത്തു നിന്ന് മറ്റുള്ളവരെ ഒക്കെ തിരസ്കരിക്കണം എന്ന് പറഞ്ഞ് ജനാധിപത്യത്തെയും തിരസ്കരിക്കാൻ ശ്രമിച്ചോടത്തു നിന്നാണ് പതുക്കെ എക്സ്ട്രീമിസം എന്നത് മുള പൊട്ടുന്നത്. അതുകൊണ്ടാണ് എക്സ്ട്രീമിസത്തിന്റെ അവസാന ക്യാമ്പ് പോയി നിൽക്കുന്നത് ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയിലായി പോകുന്നതും. കാരണം ഇത്താഅത്ത് അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞിരുന്നു. അനുസരണ അള്ളാഹുവിന് അത് തെറ്റിദ്ധരിച്ചതാണ്. അതായത് ഇബാദത്ത് അള്ളാഹുവിന്,
അനുസരണ അള്ളാഹുവിനോട്, റസൂലിനോട്, ബന്ധപ്പെട്ടവരോട്, ഉലുൽ അംറിനോട്, അതുപോലെ നമ്മുടെ മുമ്പിലുള്ള മാതാപിതാക്കളോട് എല്ലാം. പക്ഷെ ഒന്നുണ്ട്, അവരെല്ലാം നമ്മോട് കൽപ്പിക്കുന്നിടത്ത് നാം അള്ളാഹുവിനെ പേടിക്കുന്ന വിധത്തിലുള്ള കൽപ്പനകളെ മാത്രമേ അനുസരിക്കേണ്ടുള്ളൂ. പിന്നെയോ അനുസരിക്കേണ്ടി വരുന്ന വിധം വലിയ അപകടകരമാകുന്ന പ്രശ്നങ്ങൾ വരുന്നുവെങ്കിൽ അപ്പോൾ തൽക്കാലം ഒതുങ്ങിക്കൊടുക്കേണ്ടി വരും. അതും പറയുന്നു. അതുകൊണ്ടാണ് മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു പോയി. അത് ഖുർആൻ തന്നെ പറഞ്ഞു. പക്ഷേ അള്ളാഹു പറഞ്ഞു കൊടുത്തത് പറഞ്ഞു, മനസ്സ് അവിടെയായിരുന്നില്ല. മനസ്സ് അവിടെയായിരുന്നില്ല. അങ്ങനൊരു സാഹചര്യം എന്ന് പറയുന്ന അത് ശരീരത്തെയും ജീവിതത്തെയും തന്നെ അപകടകരമാക്കുന്ന ഒരവസ്ഥയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഞാൻ പിന്നീട് അത് കൂടുതൽ വിശദീകരിച്ചു തരാം. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം സാഹചര്യങ്ങൾ, കോണ്ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് ഓരോന്നിനെയും അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ കോണ്ടെക്സ്റ്റുകളിൽ നിന്ന് അടർത്തിയെടുത്താലും വലിയ അപകടമാണ്. ചില ആയത്തുകൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പഠിക്കാതെ അതിനപ്പുറത്ത് മറ്റൊരു തരത്തിൽ അതിനെ കാണുമ്പോഴും അതും അപകടകരമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഇത്താഅത്ത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും തന്നെ വേണം. അങ്ങനെ വന്നാൽ ആ ഇത്താഅത്ത് മുഖേന മാത്രമേ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസത്തിന്റെ പന്താവിൽ നിൽക്കൂ. ഒരു കാര്യം, അള്ളാഹുവിനെ അവന്റെ റസൂലിനെ അനുസരിച്ച് അങ്ങനെ പോകുമ്പോഴുണ്ടാകുന്ന വലിപ്പം എന്താണ്? അവര് ഇവിടെയും അവിടെയും ആര് കൂട്ടാകും? മുഅ്മിനീങ്ങളുടെ വഴിയിലുള്ളവരെല്ലാവരും കൂട്ടാകും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖാ. ഈ ആയത്ത് അങ്ങനെ വന്നതാണ്. കണ്ണു നിറഞ്ഞു നിന്ന മനുഷ്യൻ നബിയെ, ഞാൻ ക്ഷീണിച്ചു മരിച്ചുപോയി എന്ന് വരുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടിയാലും നിങ്ങളുടെ കൂടെ കൂട്ടുകാരനായി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അതാണല്ലോ എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുമ്പോൾ മറുപടി പറയാനാവാതെ നിന്ന മുഹമ്മദ് നബിക്ക് കൊടുത്ത ഉത്തരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത്. മരിച്ചാല് സ്വർഗം കിട്ടിയാല് അത് പോരാ. സ്വഹാബാക്കൾ അങ്ങനെയല്ല പറഞ്ഞത്. ലഇൻ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗം കിട്ടി എന്ന് വന്നാലും നബിയെ നിങ്ങൾ എന്റെ അടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ നബിയെ സ്വർഗം? സുബ്ഹാനല്ലാഹ്. എന്താ കാര്യം? നബി തിരുമേനി സ്വർഗത്തിൽ പോലും റഫീഖുൽ അലയിലാണല്ലോ, ഉന്നതമായ സ്വർഗത്തിലാണ്. അങ്ങോട്ടെത്താൻ ഈ പാവപ്പെട്ടവന് കഴിയില്ലെങ്കിൽ അങ്ങ് റഫീഖുൽ അലയിലായിരിക്കെ അങ്ങയുടെ സുഹബത്തിന് സാധ്യമാകുന്നില്ല എന്ന് വന്നാൽ നബിയെ പിന്നെ ഞാൻ എന്തിനാ സ്വർഗത്തിൽ പ്രവേശിക്കണത്? അതോർത്താണ് എന്റെ സങ്കടം. നമുക്ക് എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ മതി എന്ന് ഓർത്താണ് കിട. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഓർക്കേണ്ടതും എന്താണ് അല്ലെ? ഇബ്നു റബീഅയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഇസ്അൽ മാ ശിഅ്ത, എന്താ ചോദിച്ചോ, ഞാൻ അതിനൊക്കെ തയ്യാറാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ. ഒറ്റ ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ട് കിട്ടണം, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഒരു അർദ്ധരാത്രിയുടെ സമയമാണ്, നബിക്ക് ഖിദ്മത്ത് ചെയ്തു നിൽക്കുന്ന സന്തോഷത്തിലാണ്. ഉസ്താദേ, നിന്റെ കമ്പനിക്ക് നല്ല കാര്യമായ ലാഭം കിട്ടണമെന്ന് ചോദിക്കുന്നതിന് പകരം അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, കിട്ടിയ ചാൻസ് ഉപയോഗിച്ചാണ്. നോക്കൂ, എ ചാൻസ് ബിഫോർ യു, ബട്ട് എന്ത് നിങ്ങൾ തിരഞ്ഞെടുക്കും? ഇവിടെ ഇബ്നു റബീഅയുടെ തെരഞ്ഞെടുപ്പ് ഇതാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ട് കിട്ടണം. നബി വീണ്ടും ചോദിച്ചു, വേറൊന്നുമില്ലേ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അത് മതി, വേറൊന്നും.
ജന്മം വഭാവസൂരിയും മറ്റുള്ള ദിനമടങ്കലും ബദരിങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. وصبرة وغالينا وبذكة بالطغى ويلا وثابت وغا عن كلهم رضوان الله. رفاعتنا بسينا نفا فاقيهنا عوف صفا سعد وحارس عبد الله. ونسات رفاعتهم عبادة وفا فالحارسة المصطفى عن كلهم رضوان الله. مقدار وقامت حولي النكور قيس ومسعود ركوع قيس سراقة عبد الله. سراقة سكون أكبت لسمات بكور قيس معتيب وكور عن كلهم رضوان الله. سماك مالك مسعود عمرو مالك كعب معاذ مالك أب لخالد عبد الله. رفاعة مالك عمرو وسلمة مالك تدعى عمارة مالك عن كلهم رضوان الله. سخل مرتد
നസ്ലുൻ സഹ്ലുൻ ബിലാലുൻ നാഖിലുൻ. ഇത് നിങ്ങൾ ദ്വാരന്നാൽ അള്ളാഹു സ്വീകരിക്കേണ്ടതൊക്കെ സ്വീകരിക്കും. അള്ളാഹു ഖൈറായതൊക്കെ സ്വീകരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യണം. അതേ മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിൽക്കണം. വത്തബിയ സബീല മൻ അനാബ, സത്യവിശ്വാസത്തിന്റെയും മുഅ്മിനീങ്ങളുടെയും മാർഗത്തിൽ നിങ്ങൾ ജീവിക്കുക. വലാ തവല്ലൗ അൻഹു. അവിടെ അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ പിന്തിരിയരുത്. വഅൻതും തസ്മഊൻ, ഏത് സ്ഥിതിയിൽ നിങ്ങൾ ഈ സത്യം നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകരുത്. വലാ തകൂനൂ കല്ലദീന ഖാലൂ സമീഅനാ വഹും ലാ യസ്മഊൻ ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി സ്സുമ്മുൽ ബുക്ം അല്ലദീന ലാ യഅഖിലൂൻ. വലാ തകൂനൂ, നിങ്ങളായി പോകരുത് കല്ലദീന ഖാലൂ സമീഅനാ. ചില ആളുകൾ പറയും ഒക്കെ മനസ്സിലാവുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, സമീഅനാ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, വഹും ലാ യസ്മഊന പക്ഷേ അവർ കേൾക്കുന്നില്ല. എന്തതിന്റെ അർത്ഥം? കേൾക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്ന പോലെ കേൾക്കുന്നു. വഹും ലാ യസ്മഊന, കേൾക്കുമ്പോൾ പോലും അവർ കേൾക്കുന്നില്ല, കേൾക്കുമ്പോൾ പോലും കേൾക്കുന്നില്ല. ഇന്ന ശർറദ് ദവാബ് ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജന്തുക്കൾ അസ്സും, ബധിരനാണ്, അൽ ബുഖും മൂകനാണ്, അല്ലദീന ലാ യഅഖിലൂൻ ചിന്തിക്കാത്തവരായ മൂകരും ബധിരരുമാണ്. സുബ്ഹാനല്ലാഹ്, ആ പാവങ്ങൾ എന്ത് പഠിച്ചു? ബധിരത ഒരു തെറ്റാണോ? മൂകത ഒരു തെറ്റാണോ? അത് അവർക്ക് സംഭവിച്ചു പോയതല്ലേ, ഊമ. പക്ഷേ അവിടെ അല്ലാഹു ആലങ്കാരിക പ്രയോഗം നടത്തിയതാണ്. എന്തേന്റെ അർത്ഥം? സത്യം കേൾക്കാൻ കഴിയാത്ത കണ്ണും അല്ല കാതും, സത്യം പറയാൻ സാധിക്കാത്ത നാവും. കേൾക്കാൻ കഴിയുന്ന ഒരു കാതു വേണം, പറയാൻ കഴിയും, പറയുകയും വേണമെന്നർത്ഥം. ഒരാൾ ഊമയായിരിക്കാൻ പാടില്ല, പറയണം, സത്യം പറയണം, സത്യത്തെ പറയണം. അൽ ബുക്കും, പിന്നെയോ അല്ലദീന ലാ യഖിലൂൻ ചിന്തിക്കാത്തവർ, ഭൂമിയിൽ ഈ പരിശുദ്ധമായ സന്ദേശത്തെക്കുറിച്ച് ആലോചിക്കാത്തവർ. ഒറ്റ ചോദ്യം ഉണ്ടല്ലോ അവസാനം, നിങ്ങൾ ചിന്തിച്ചില്ലേ എന്ന് ചോദിക്കൂലേ? സൂറത്ത് യാസീനിൽ അല്ലാഹുവിന്റെ ചോദ്യം ചോദിച്ചില്ലേ അല്ലേ? അംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദി ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅനിഅ്ബുദൂനി അഫലം തകൂനൂ തഅഖിലൂൻ. അഫലം തകൂനൂ തഅഖിലൂൻ. ചിന്ത ഉണ്ടായില്ല മനുഷ്യന്മാരെ. ഇവൻ നിങ്ങളെ പറ്റിക്കുമെന്ന്, ഇബ്ലീസ് നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾക്കറിയുമായിരുന്നില്ലേ? നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നായിരുന്നില്ലേ മുഹമ്മദ് നബി പറഞ്ഞു തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നിട്ടെന്തേ നിങ്ങൾ അവനെ ആരാധിച്ചു, അവന്റെ പിന്നാലെ പോയി? വംദാസുൽ യൗം, ഇന്നേ ദിവസം മാറി നിക്ക്. അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിക്ക്. ഞാൻ നിങ്ങളോടല്ലേ കരാറു ചെയ്തിരുന്നത് നിങ്ങൾ ശൈത്താന്റെ പിന്നാലെ പോകരുതെന്ന്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടാതെ പോയോ? അഫലം തകൂനൂ തഖിലൂൻ, എന്താ നിങ്ങൾ ചിന്തിച്ചില്ലേ? അല്ലദീന ലാ യഖിലൂൻ, അവിടെയും അവരങ്ങനെ തന്നെ പറയും, ഒന്ന് ചിന്തിച്ചിരുന്നാ മതിയായിരുന്നു. പക്ഷേ കൈ കടിച്ചിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ. കൈ ഇവിടെ മാത്രമല്ല കടിക്കുക, എവിടെയും കടിക്കും. യൗമ യഗള്ളുൽ ളാലിമു അലാ യദൈ, രണ്ട് കൈക്കുട്ട് കടിക്കും. അലാ യദൈ, ഗള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചിട്ട് കടിക്കില്ല. എന്താ കാര്യം? പരാജയം വന്നിട്ട് അവസാനം സ്വയം ഉണ്ടാക്കിയ പരാജയമാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ആകെ കടിച്ചു വയ്ക്കും. അതന്നെയാണ് യൗമ യഗള്ളുൽ ളാലിമു അലാ യദൈ, രണ്ടു കൈക്കിട്ടും മനുഷ്യൻ കടിക്കും അക്രമകാരി. എന്നിട്ട് അവൻ പറയും, ഞാനെങ്ങാനും അള്ളാഹുവിന്റെ റസൂലിന്റെ പാന്താവ് പിന്തുടർന്നാ മതിയായിരുന്നു, ഞാൻ ആ മനുഷ്യന്റെ കൂടെ പോകാൻ പാടില്ലായിരുന്നു, എന്റെ നാശമെന്ന് പറഞ്ഞ് കരയുന്നൊരവസ്ഥയുണ്ടാകും. നേതാവ് നീതനെ കൈയൊഴിഞ്ഞു വിടും, അനുയായികളെ കണ്ടാൽ അറിയാതെ പോകും. ഇത്തബറഅ അല്ലദീന തബഉ മിനല്ലദീന തബഉ وتقطعت بهم الأسباب ورأوا العذاب.
സുബ്ഹാനല്ലാഹ്. ഇത് തബറ അല്ലദീന തുബിഉ, നേതാക്കൾ കൈയൊഴിയുന്ന ദിവസം, മിനല്ലദീന തബഉ, അനുയായികളിൽ നിന്ന് മാറിപ്പോകുന്ന ദിവസം, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബു, സകല ബന്ധങ്ങളും വിച്ഛേദിതമാകുന്ന ദിനം, വറഔൽ അദാബ്, അവർ അദാബിനെ കണ്ടുമുട്ടുന്ന സമയം, പരസ്പരം തമ്മിലടിക്കുന്ന സമയം. അവരിങ്ങനെ തന്നെ പറയും, ഇന്ന അതഅനാ സഅദതനാ വകുബ്റാഅനാ ഫഅളല്ലൂന സബീല. പടച്ചവനെ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെയും പ്രമാണിമാരുടെയും പിന്നാലെ പോയി. അത്തഅന, ഞങ്ങൾ അനുസരിച്ചത് ആരെയാ? നേതാക്കന്മാരെ അനുസരിച്ചു. അവരെ സിന്ദാബാദ് വിളിച്ചു. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പടച്ചോനെ ഇവിടെ വന്നപ്പോ ആ നേതാവിനെ കാണാനില്ല. എല്ലാ നേതാവിനെയും അവരുടെ അനുയായികളോടൊപ്പം വിളിച്ചു കൂട്ടുന്നതാണ് അന്നത്തെ ദിവസം. യൗമ നദ്ഉ, നമ്മൾ വിളിച്ചുകൂട്ടുന്ന ദിവസം. ആരെ? ജനങ്ങളെ മുഴുവൻ വിളിക്കും. ആരോടൊപ്പം? ബിഇമാമിഹിം, അവരുടെ നേതാക്കന്മാരോടൊപ്പം. അവരുടെ നേതാക്കന്മാരുടെ പിന്നിൽ ഇങ്ങനെ നിർത്തും. ഇന്നയാൾ ഇന്നയാളുടെ പിന്നാലെ നിന്നോ, ഇന്നയാൾ ഇന്നയാളുടെ പിന്നാലെ നിന്നോ. അങ്ങനെ ഓരോ നേതാക്കന്മാരെയും അനുയായികളെയും ഇങ്ങനെ ഗ്രൂപ്പാക്കി തിരിച്ചു നിർത്തും. അപ്പോഴാ ഇവര് പറയാ, ഞങ്ങൾ പ്രമാണിമാരെയും നേതാക്കന്മാരുടെയും പിന്നാലെ പോയി പടച്ചോനെ, പക്ഷേ അവര് ഞങ്ങളെ പഴപ്പിച്ചു. അതുകൊണ്ട് വൽ അൻഹും ലഅനൻ ശദീദ, വലിയ കടുപ്പുള്ള ലഅനത്ത് അവർക്ക് കൊടുക്കണം. നീ അവർക്ക് വലിയ ശിക്ഷ കൊടുക്കണം. അല്ലാഹുവേ, 2 ഇരട്ടി ശിക്ഷ ഞങ്ങൾക്ക് തരുന്നേക്കാളും 2 ഇരട്ടി അവർക്ക് കൊടുക്കണം. ഒരു കാര്യമില്ല, അവിടെ ഒറ്റ പണിയുള്ളൂ. ആർക്കൊക്കെ എന്തുണ്ടോ അതവിടെ കൊടുക്കും. അവിടെ നമുക്ക് വേണ്ടി 2 ഇരട്ടി ഒന്നും കൊടുക്കൂല. അപ്പോഴും മനുഷ്യന്റെ സ്വഭാവം നോക്കി, അവിടെയും പാരന്നെ. ഏത്? അവിടെയും പാരന്നെ. എന്താ ഇത്? അതാണ് സംഭവം. അല്ലാഹുവേ, നമ്മളെ കാക്കട്ടെ അല്ലാഹു. വലാ തകൂനൂ കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കും അല്ലദീന ലാ യഖിലൂൻ. ഇവിടെ ഇമാം ഖുർത്തുബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, സത്യത്തിൽ ഈ കേൾക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം ഇതാണ്. അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, ജനങ്ങൾ ഒരിക്കലും ഇങ്ങനെ സമയത്തു വാക്കഴത്തു എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അനുസരിച്ചു, കേട്ടു, ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എന്താ കാര്യം? ലാ ഫായിദത ഫീഹി മാലം യൽഹർ അത്റു ദാലിക അലൈഹി ബിംതിസാലി ഫിഅലിഹി. അനുസരിച്ച അതിന്റെ ശരിയായ സ്വഭാവം അവന്റെ ജീവിതത്തിൽ പ്രകടമാകാതിരിക്കുന്നിടത്തോളം കാലം അനുസരണത്തിന്റെ സ്വഭാവം എന്ത് ചെയ്യണം? അവന്റെ ജീവിതത്തിൽ പ്രകടമാവണം. ഇംതിസാൽ ഫൈദാ ഖസ്സറ ഫിൽ അവാമിരി ഫലം യൽതിഹാ. ഈ പറയപ്പെടുന്ന കൽപ്പനകൾ അവൻ മുഴുവനും മാറ്റിവെച്ചാൽ ഈ പറയുന്ന സ്വഭാവത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല. എന്നിട്ട് ഈ നിരോധനങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്താൽ ഫഅയ്യു സമഇൻ ഇൻദഹു വഅയ്യു താ. എന്ത് അനുസരണയാണ്, എന്തു കേൾക്കലാണ് അവൻ കേട്ടത്? സത്യത്തിൽ നന്മയുടെ കൂടെ നിൽക്കുകയും തിന്മ മാറുകയും ചെയ്യുന്ന കാലം വരെയും നാമും എന്തു ചെയ്തിട്ടില്ല? അതാണ് അല്ലാഹു ലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ. കേട്ടു എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ പെടല്ലേ. കേട്ടിട്ടില്ല. കേട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേൾക്കലല്ല, അനുസരിക്കലാണ്. അതിന്റെ പ്രകടനം ശരീരത്തിലും ജീവിതത്തിലും ആണ്. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. അവരിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു കേൾപ്പിച്ചേനെ. അത് വേറെ കാര്യം. സുബ്ഹാനല്ലാഹ്. എന്താ? നന്മയുള്ളവൻ കേൾക്കുകയും അള്ളാഹു അവനെ വലിപ്പത്തിലാക്കുകയും ചെയ്യും. റസൂൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ നാം ആരാക്കും? അല്ലേ? അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതവിഷയത്തിൽ അവന് ജ്ഞാനം കൊടുക്കും. വേറൊന്നിനുള്ള ജ്ഞാനല്ല, മതവിഷയത്തിൽ. നമ്മൾ ഇരിക്കണതൊക്കെ അള്ളാഹു ഖൈറാക്കട്ടെ. ഖൈർ അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് ഒരു അടിമ എവിടെ എത്തുക? മതവിഷയ ജ്ഞാനം തേടാനെത്തുക. അള്ളാഹു ഒരു മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു, അവനെ അള്ളാഹു ബോധം കൊടുക്കും. എവിടെ? ദീനിൽ അവന് ജ്ഞാനബോധം കൊടുക്കും. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിലോ അതൊന്നും കൊടുക്കൂല. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറ.
അള്ളാഹു അവരിൽ ഖൈർ ഉദ്ദേശിച്ചാൽ അസ്മഅഹും അവരെ അള്ളാഹു കേൾപ്പിക്കുമായിരുന്നു. വലൗ അസ്മഅഹും ഇനി അങ്ങനെ അവരെ വെറുതെ കേൾപ്പിച്ചാലോ ലതവല്ലൗ വഹും മുഅ്രിദൂൻ അവർ അവഗണിച്ചു പോവുകയും ചെയ്തേനെ. അവരെ കേൾപ്പിച്ചാലുണ്ടാകുന്ന ഗതികേടെന്താ? കേൾപ്പിച്ചിട്ടും കാര്യമില്ല. എന്ത് ചെയ്യും? വെളിച്ചം കിട്ടിയിട്ട് പോകും. കിട്ടിയിട്ട് പോയാൽ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ അപകടമാണ്. കിട്ടിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഈ സത്യത്തെ അറിഞ്ഞിട്ട് പോകലാണ്. അറിഞ്ഞിട്ട് പോയാൽ വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ ആ അപകടം കൂടി ചെയ്യണമെന്നാണ്. എന്ത്? അവന് സത്യം പറഞ്ഞു കൊടുത്ത് അത് തിരിഞ്ഞിട്ട് പിന്നെ പോയാലോ എന്റെ കോപം കൂടും. എന്റെ കോപം കൂടും. കാരുണ്യത്തിന്റെ ഒരു ചെറുലാഞ്ചന പോലും അവന്റെ മേൽ അള്ളാഹു പതിപ്പിക്കില്ലെന്നർത്ഥം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഉത്തരം കൊടുക്കണം. ഇദാ ദഅാകും ആ നബി നിങ്ങളെ വിളിക്കുമ്പോ എങ്ങോട്ടാ വിളിക്കണത്? ലിമാ യുഹ്യീകും നിങ്ങൾക്ക് ജീവിതം തരുന്ന ഒരു ദർശനത്തിലേക്കാണ് വിളിക്കുന്നത്. ഏതാ ജീവിതം? ഇസ്ലാം. ഇസ്ലാം. എന്തുകൊണ്ട്? അതിവിടെ മാത്രം ജീവിപ്പിക്കാനുള്ള ദർശനമല്ല, മറിച്ച് അത് അവിടെയും ജീവിപ്പിക്കുന്ന ദർശനം. മറ്റെല്ലാം ഇവിടെ മാത്രം, ചിലപ്പോൾ ഇവിടെ മാത്രം. ഏതായാലും അവിടേക്ക് ആ ദർശനങ്ങളൊന്നുമില്ല. ലിമാ യുഹ്യീകും അതാണ് റബീഅ് റോമാ സാമ്രാജ്യത്തിന്റെ 3 ലക്ഷത്തോളം വരുന്ന മഹാസൈന്യത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു. സ്വഹാബാക്കളിൽ പ്രമുഖരായ പലരും ചോദിച്ചു, ഈ 3 ലക്ഷത്തോട് എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോഴാണ് റുസ്തം എന്ന് പറയുന്ന റോമയുടെ ചക്രവർത്തിയുടെ സൈന്യാധിപന്റെ ചോദ്യം. റുസ്തം, എന്തിനാ വന്നത് ഇങ്ങോട്ട്? ഈ പാവങ്ങളുമായി, പട്ടിണി പാവങ്ങളുമായി, കണ്ടാൽ തന്നെ എല്ലും മുഴച്ചു നിൽക്കുന്ന ഈ പാവങ്ങളെ കൊണ്ട് ഈ മഹാസാമ്രാജ്യം കീഴടക്കാമെന്ന് വിചാരിച്ചു വന്നതോ? വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം തരാം, സമ്പത്തില്ലെങ്കിൽ സമ്പത്ത് തരാം, നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യങ്ങളുടെ അധികാരമാണ് വേണ്ടതെങ്കിൽ അധികാരം തരാം, കളിയാക്കുകയാണ് റുസ്തം. എന്താ ഈ മണ്ടത്തരത്തിന് ഇങ്ങോട്ട് വരണോ? തിരിച്ചുള്ള മറുപടി ഇതായിരുന്നു, ഞങ്ങൾക്ക് രാജ്യം വേണ്ട, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. റോമാ മഹാസാമ്രാജ്യം ഞങ്ങളുടെ കാൽ കീഴിലായാലും റുസ്തം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിനപ്പുറത്തുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഭക്ഷണത്തെക്കാൾ വലിയ ഭക്ഷണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, സമ്പത്തിനേക്കാൾ വലിയ സമ്പത്തും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, റോമയിലെ മനുഷ്യരെ ജീവിപ്പിക്കണം. റോമയിലെ മനുഷ്യരെ ഈ ഭൂമിയോളം വിശാലമെന്നല്ല, ആകാശഭൂമിയോളം വിശാലമായ ഒരു മഹാസന്ദേശത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് മനുഷ്യനെ വിശാലമായ ഇസ്ലാമിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരണം. റോമയുടെ ആധിപത്യത്തിൽ നിന്ന് അവന്റെ അടിമത്വത്തിന്റെ ചങ്ങലകളെ വലിച്ചു പൊട്ടിച്ചു കളഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിലേക്ക് അവനെ ഉയർത്തണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ അള്ളാഹുവിനെ മാത്രം അടിമയായി നിൽക്കുന്ന ഒരു സ്വതന്ത്ര വ്യക്തിത്വത്തെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അള്ളാഹുവിനെ അല്ലാതെ അവന് മറ്റാരെയും ഭയക്കാതെ, റോമയുടെ ഈ ഭരണകൂടത്തിന്റെ ധിക്കാരത്തെ ഭയക്കാത്ത ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കണം, അവരെ ജീവിപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോ അത് കേട്ട് പോലും റുസ്തം ഭയന്നു പോയി കാണണം. റോമയെ കീഴ്പ്പെടുത്താൻ പോയ ഒരു ചെറുസംഘത്തിന്റെ കഥ അതാണ്. കളിയാക്കിയാലൊന്നും അവർക്കൊരു വിഷയമല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ജീവിപ്പിക്കുന്ന ദർശനത്തിലേക്ക് വിളിക്കാൻ വന്നാണ്. ലിമാ യുഹ്യീകും നിങ്ങളെ ജീവിപ്പിക്കുന്ന ദർശനം, നിങ്ങൾക്ക് സമാധാനം തരുന്ന ദർശനം, നിങ്ങൾക്ക് ജീവിതം തരുന്ന ദർശനം, നിങ്ങളുടെ ജീവിതത്തിന്റെ വീക്ഷണങ്ങളിൽ നന്മ പകരുന്ന ദർശനം, നിങ്ങൾക്ക് ടെൻഷൻ വരാത്ത വിധം നിങ്ങളെ ജീവിപ്പിക്കുന്ന ദർശനം, നിങ്ങളെ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച വിധം ജീവിപ്പിക്കാൻ പഠിപ്പിക്കപ്പെടുമ്പോൾ നോ ടെൻഷൻ. അല്ലേ? ആരാണവൻ? അവൻ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭയരാഹിത്യം അവന്റെ ഏറ്റവും വലിയ വിശേഷണവും. ഭയമില്ലാത്തവൻ, ദുഃഖമില്ലാത്തവൻ. അവനെന്ത് ഭയം, അവനെന്ത് ദുഃഖം?
എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ചാൽ പിന്നെന്ത് ദുഃഖം? നഷ്ടങ്ങളിൽ ദുഃഖമില്ലാത്തവൻ, വരാൻ പോകുന്നതിൽ ഭയമില്ലാത്തവൻ, നോ ടെൻഷൻ. അതുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ ഉത്തരം കൊടുക്കുക. അവിടെ അനുസരിക്കേണ്ടവരെ അനുസരിച്ചും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും ജീവിതത്തെ നന്നാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അനുസരിക്കേണ്ടവൻ അനുസരിക്കണം, അല്ലെ? ഇത്താഅത്ത്, അതാണ് അത്തിയുല്ലാഹ വ റസൂല വ ഉലുൽ അംർ. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഇവിടെ ഉലുൽ അംറിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. പണ്ഡിതൻ. അമ്ര എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞ ജ്ഞാനമാണ്, പവർ, അല്ലെ? പവർ കയ്യിലുള്ളവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരുടെ കയ്യിലാണ് പവർ? ജ്ഞാനിയുടെ കയ്യിലാണ്. അല്ലെങ്കിലും ബുദ്ധിയില്ലാത്തവൻ എന്ത് പവർ, അല്ലെ? ബുദ്ധിയല്ലേ പവർ. അപ്പോ ബൗദ്ധികത, ഇന്റലക്ച്വൽ ആയിരിക്കുക എന്നത് പോലും പവറാണ്. അപ്പോ പവറിനെ, അത് ഉള്ളവന് ശരിക്കും ആ പവർ യഥാർത്ഥത്തിലുള്ളത് ശരിയായ ഇൽമിന്റെ അഹ്ലുകാരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരെയും അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, ഛേ എന്ന് പോലും പറയാൻ പാടില്ലാത്ത വിധം അനുസരിക്കണം, അല്ലെ? ഛേ എന്ന് പോലും, ഛേ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പലപ്പോഴും വിശദീകരിച്ചാണെന്ന് പറയാം. മാതാവിന്റെയോ പിതാവിന്റെയോ ശരീരത്തിൽ നിന്നൊരു മ്ലേച്ഛ വസ്തു എടുക്കുമ്പോൾ പോലും മനസ്സിൽ തോന്നുന്ന ഛേ പോലും പറയരുതെന്നർത്ഥം. ലാ തഖുല്ലഹുമാ ഉഫ്, ഛേ. അതുപോലെ എന്താ കാരണം? ഉമ്മയും വാപ്പയും സ്നേഹിക്കുക എന്ന് പറഞ്ഞോടത്ത് മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹം വലുതാണ്. അള്ളാഹു ആ സ്നേഹക്കടലിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ, അല്ലെ? അവരുടെ സ്നേഹത്തിൽ അള്ളാഹു നമ്മളെ കൂട്ടട്ടെ. കാരണം മാതാപിതാക്കളുടെ സ്നേഹത്തിലാണ് അള്ളാഹുവിന്റെ സ്നേഹമെന്ന് മുഹമ്മദ് നബി, അല്ലെ? ശങ്കരൻ വളരെ മനോഹരമായി ഈ വർത്തമാനം പറയുന്നുണ്ട്. ഒരു വലിയ മോനും അമ്മേ 10 മാസം ചുമന്നു എന്ന് മാത്രം പറഞ്ഞതിന് പകരം തരാനില്ല അമ്മേ. ഒരു വലിയ മകനും 10 മാസം ചുമന്നു, അതിനപ്പുറം പോട്ടെ, എന്താ തള്ളേ എനിക്ക് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഒന്നും വേണ്ട, ഏത് മതി? 10 മാസം ചുമക്കുമ്പോ, ഒന്ന് വീഴാൻ പോകുമ്പോ കൈ പിടിക്കുന്നത് ഉമ്മ ഇവിടെയാകുമ്പോ അത് മതി, അത് മതി. കൈ ഇങ്ങനെ പിടിക്കൂലേ ഉമ്മ, അത്രയും മതി. 10 മാസം ആ ശരീരത്തിലൂടെ ഓടിയ രക്തവും ശരീരത്തിലെ ഭക്ഷണങ്ങളും നിനക്ക് ഭക്ഷണമായിരുന്നു, നിനക്ക് ശ്വാസമായിരുന്നു. നിന്റെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കി തന്നത് ആ ശരീരത്തിന്റെ നെഞ്ചിടിപ്പാണ്, അത് മതി. അതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യണ്ട. ശരിക്കും അത് വല്ലാത്തൊരു വർത്തനാണ് ശങ്കരാചാര്യരുടെ. 10 മാസം ചുമന്നില്ലേ, അതുപോലെ ഒരു മോനും പകരം തരാനില്ല അമ്മേ എന്നായിരുന്നു. എന്നിട്ടും അമ്മേ ഈ ഉണക്കലരി തരാനേ ഈ മകന് കഴിയുന്നുള്ളൂ, ഈ മകനത്ര മോശം എന്ന് പറയുന്നു. മക്കളെ, മാതാവും പിതാവും അത്ര പേൽ കടപ്പെട്ടവരാണ്. നാം എത്ര ചെയ്താലും തീരാത്തവരാണ്. ഒരുപക്ഷെ ദേഷ്യമൊക്കെ ഉണ്ടാവും. ദേഷ്യങ്ങൾ ചിലപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ മാതാവിന്റെയും പിതാവിന്റെയും വർത്താനങ്ങൾ ദേഷ്യം വന്നു ഒക്കെ വരാം. പക്ഷേ പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടിയിക്കണം. ജീവിതം അപ്പോഴേ നമുക്ക് രക്ഷയുടെ മാർഗാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ പണിയെടുത്തുന്ന ആരാ? അള്ളാഹുവാണ്. അത് ശരിക്കും മനസ്സിലാക്കണേ. ഈ കൈകളിൽ, അള്ളാഹുവിന്റെ കൈവിരലുകളിലാണ് മനുഷ്യ ഹൃദയമെന്ന് മുഹമ്മദ് നബി. കൈവിരൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇനി പടച്ചോൻ അങ്ങനെ ഒരു കൈ ഉണ്ടായിരുന്നു ആലോചിക്കണ്ട. അതായത് അവന്റെ തന്ത്രങ്ങളിലാണ് മനുഷ്യന്റെ ഹൃദയം ഉള്ളത്, അവന്റെ തന്ത്രങ്ങളിൽ. അതുകൊണ്ടാണ് അള്ളാഹുവേ നീ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ കാത്തോളണമേ എന്ന് ദുആ ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറഞ്ഞത് അല്ലേ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഹൃദയം തെന്നിപ്പിച്ചു കളയരുത്. എവിടെയൊക്കെയോ പോകുമ്പോഴും കാണുമ്പോഴും ജീവിതത്തിന്റെ ഒരുപാട് വിഭ്രമങ്ങൾക്കിടയിൽ, ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളുടെയും അത് വലിച്ചുകൊണ്ടുപോകുന്ന മനസ്സിന്റെയും ഇടയിൽ നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, പടച്ചവനെ ഹൃദയത്തെ തെറ്റിപ്പിക്കരുതേ. എപ്പോഴാണ് ഹൃദയം ഏറ്റവും കൂടുതൽ താരള്യത്തിന്റെയും തരുണാവസ്ഥയുടെയും കാലമാണ്. അള്ളാഹു ഏറ്റവും വലിപ്പമുള്ള കാലമാക്കിയത്, അതായത് യുവത്വകാലം, ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണിത്. പുണ്യനബി പറഞ്ഞു, ആ മനുഷ്യൻ ചെറുപ്പത്തിങ്ങനെ വളർന്നു വന്നത് ഇബാദത്തിലാണെങ്കിൽ തണൽ കിട്ടും. ഏതിന്റെ തണൽ? അർശിന്റെ തണൽ, അല്ലെ? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ.
അവനെ ഭ്രമിപ്പിക്കുന്ന ഒരുപാട് കൗതുകങ്ങൾക്ക് മുമ്പിൽ അവൻ പറയും, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു, ഞാൻ എന്റെ റബ്ബിനെ പേടിക്കുന്നു. അങ്ങനെ പറഞ്ഞവൻ അവന് തണല് കിട്ടും. അതുകൊണ്ട് ജീവിതത്തിന്റെ ഈ പറയപ്പെടുന്ന ഭ്രമങ്ങളിലേക്ക് പോകാതിരിക്കുക. നിങ്ങളെ ജീവിപ്പിക്കുന്നത് ഏതാണ്? ഇദാ ദആകും ലിമാ യുഹീകും, നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന്റെ മുമ്പിൽ നിങ്ങൾ പേടിക്കുക. നിരന്തരം യഹൂലു, അതിങ്ങനെ മറിച്ചിടുന്നതാരാ? മനുഷ്യന്റെ ഹൃദയത്തെയും അവന്റെയും ഇടയിലുള്ള കൈകാര്യകർത്താവാരാ? അള്ളാഹുവാണ്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ ഖുലൂബ് ഹവ്വിൽ ഖൽബി, എന്റെ ഹൃദയത്തെ നീ മറിച്ചിടണമേ. എങ്ങോട്ട് മറിച്ചിടണം? നിന്റെ ദീനിലേക്ക്, ഇസ്ലാം, നിന്റെ പരിശുദ്ധമായ മതത്തിലേക്ക്. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങളെ അങ്ങോട്ടാണ് അവസാനം അടക്കപ്പെടുക. എല്ലാം കഴിഞ്ഞു ഒടുക്കം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എവിടെ വെച്ചാണ് നിങ്ങൾ എന്നെ ഓർക്കാതെ പോവുക? ആയിഷയോട് റസൂലുള്ള പറയുന്നുണ്ട്, ആയിഷ, രണ്ടു സമയങ്ങളിൽ ആയിഷ, മനുഷ്യനാരും ആരെയും മറന്നുപോകും, ആരും ആരെയും മറന്നുപോകും. മക്കളെ ഇട്ടേച്ചും ഉമ്മയിട്ടേച്ചും പാപ്പയിട്ടേച്ചും ഓടുന്ന സമയം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആളുകളെ മുഴുവനും ഇങ്ങനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അവസാനം ഓരോ മനുഷ്യനും അള്ളാഹു അവന്റെ കൈകളിലേക്ക്, അവന്റെ വലതോ അല്ലെങ്കിൽ ഇടതോ കൈകളിലേക്ക് കിതാബ് കൊടുക്കാൻ നിൽക്കുന്ന മുഹൂർത്തമുണ്ട് ആയിഷ. ആരും ആ സമയത്ത് ആരെയും ഓർക്കാത്ത സമയമാണത്. ഏത് കയ്യിലാ കിട്ടാന്നിങ്ങനെ ആലോചിച്ചു. അല്ലാഹു മാത്തിന കുത്തുബന ഫീ ഐമാനിന യാ അല്ലാഹ്, ഞങ്ങളുടെ വലതു കൈകളിൽ നീ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെ തരണേ പടച്ചോനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറാത്തിലൂടെ അങ്ങനെ പോണ സമയം. അപ്പോഴും ഒരാളെ ഓർക്കാൻ പറ്റില്ല, കാരണം വീണാ പോയി അല്ലെ, അമ്മാതിരി പോക്ക് പോണ സമയം. സുബ്ഹാനല്ലാഹ്. അപ്പൊ മനുഷ്യരൊക്കെ പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ, ശരീരത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരിക്കും അവിടെ വന്ന് നിൽക്കാന്ന് ചോദിച്ചപ്പോ ആയിഷാബി പറഞ്ഞു, ഛേ, എല്ലാരും കൂടി അങ്ങനെ നിൽക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് കാണൂലേ? അപ്പോഴാ റസൂൽ പറഞ്ഞു, കാണാൻ പോയിട്ട് ഒന്നും ചിന്തിക്കാൻ നേരമില്ലാത്ത സമയമാണത്. മനുഷ്യന്മാരുടെ ചിന്ത നോക്കി. പക്ഷെ ആയിഷാബി റളിയല്ലാഹു അൻഹയോട് റസൂൽ പറയാൻ, ഒന്നുമില്ല, അവിടെ ആരും ആരെയും കാണൂല, അവനവനെ പോലും അങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയം. അപ്പൊ ഇലൈഹി തുഹ്ശറൂൻ, അങ്ങനെ നിങ്ങളൊക്കെ മടക്കപ്പെടുന്ന സമയം. അത് നിങ്ങൾ ഓർക്കണേ എന്നുള്ളാഹു അവസാനിപ്പിക്കല്ലേ. പറഞ്ഞു തീരാതെ ഇങ്ങനെ പോകല്ലേ. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മറിക്കുന്ന പടച്ചോനെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ നന്മയുടെ മാർഗത്തിലേക്ക് മറക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ മതിന് ഈ ഗ്രന്ഥം ഞങ്ങൾക്ക് ഖബറിലെ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിന്റെ സൗന്ദര്യമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ വചനങ്ങൾ ഞങ്ങൾ ഉദ്ധരിച്ചതിനും പറഞ്ഞതിനും നീ ഞങ്ങളുടെ ഓരോ സെക്കൻഡിലെയും പാപങ്ങളെ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ റഹീമേ റബ്ബ്, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ പാപികളാം വിധം നീ ഞങ്ങളെ നിന്റെ മഹ്ശറയിലേക്ക് വിളിക്കരുതേ അല്ലാ. അവിടെ നിന്റെ ഹബീബുണ്ടാകും. അല്ലാഹുവേ, നീ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കരുതേ റഹ്മാനെ. പാപം പൊറുക്കപ്പെടാത്തൊരവസ്ഥയിൽ നീ ഞങ്ങളെ വിളിക്കരുതേ അല്ലാ. റബ്ബേ, നീ എല്ലാം മറക്കുന്നവനാണ്, ഞങ്ങളെ നീ മറക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ യാ സത്താറു റഹ്മുർ റഹീമീനെ, എല്ലാ പാപങ്ങളും മറച്ചിട്ടല്ലാതെ നീ ഞങ്ങളെ ഒരിക്കലും നിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് വിളിക്കരുതേ അല്ലാ. ഞങ്ങൾ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി മരിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. റഹീമായ റബ്ബേ, ഈ സദസ്സിൽ ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനകൾ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഒക്കെ മനസ്സിലുണ്ട് റഹ്മാനെ. എല്ലാം നീ നിറവേറ്റണേ അല്ലാ. എല്ലാ മനസ്സും നിന്റെ കയ്യിലാണെന്ന് ഇപ്പോ ഞങ്ങൾ ഓതി വച്ചതാണ്. അല്ലാഹുവേ, ഓരോ ഹൃദയത്തിന്റെയും വേദന അറിയുന്ന റബ്ബേ, ഓരോന്നും നീ പരിഹരിക്കണേ റഹ്മാനെ. കടങ്ങളെ പരിഹരിക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫാ ചെയ്യണേ റബ്ബേ, രോഗങ്ങൾ ശിഫാ ചെയ്യണേ റഹ്മാനെ. ആയുസ്സും ആരോഗ്യവും നിന്റെ ദീനിനുള്ള ഖിദ്മത്തിനുള്ള സൗഭാഗ്യവും തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മക്കളെ സ്വാലിഹീങ്ങളാക്കല്ലാ. റബ്ബേ, അവർക്ക് നീ ആയുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ഇൽമിൽ ദറജ കൊടുക്കണേ റഹ്മാനെ.
അള്ളാഹുവെ അവരെ നീ സ്വാലിഹീങ്ങളും നല്ല മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളും ആക്കണേ അല്ലാ. ഭൗതിക ജീവിതത്തിലെ തടസ്സങ്ങൾക്കപ്പുറത്ത് നീ ആഖിറത്തിലെ തടസ്സങ്ങളൊന്നും ഞങ്ങൾക്കും അവർക്കും കൊടുക്കരുതേ അല്ലാ. റഹ്മാനായ അല്ലാ, ഞങ്ങളിൽ മക്കളില്ലാത്തവരുണ്ട് തമ്പുരാനെ, സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മക്കളെ കൊടുക്കണേ അല്ലാ. യഹ്യാ നബിയുടെ ബർക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ. സക്കരിയ നബിയുടെ മുഅ്ജിസത്തിന്റെ ബർക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ. റബ്ബേ, ഇബ്രാഹിം നബിയുടെ പരിശുദ്ധമായ ജാഹ് കൊണ്ട് കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ മക്കളെ കൊടുത്ത റബ്ബേ നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അവർക്കൊക്കെ വാർദ്ധക്യത്തിലും മക്കളെ കൊടുത്ത റബ്ബേ നീ സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മക്കൾ ഭൂമിയുടെ ആനന്ദമാണ്, ഭൂമിയിൽ പലപ്പോഴും ഫിത്രയുമാണെന്ന് നീ പറയുന്നുണ്ട്. എങ്കിലും അള്ളാഹുവേ, അവർ ഞങ്ങളുടെ ഖുർറത്തു അയ്നുകളാക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. അള്ളാഹുവേ, ഭാര്യമാരെയും മക്കളെയും ഞങ്ങളുടെ കണ്ണിന്റെ ആനന്ദമാക്കണേ റബ്ബേ. കണ്ണിനാനന്ദമാക്കണേ അല്ലാ. ഹൃദയത്തിന്റെ കുളിരാക്കണേ അല്ലാ. ജീവിതത്തിന്റെ സന്തോഷമാക്കണേ അല്ലാ. ജീവിത പങ്കാളിയാൽ ഒരുമിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും നീ കൊടുക്കണേ റഹ്മാനെ. രോഗമുക്തി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഷിഫാവ് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങൾ എത്ര വലുതെങ്കിലും നീയാണ് ഷാഫി റബ്ബേ. നിന്റെ ഷിഫാവ് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ.